ചുറ്റും വട്ടം കൂടി നിന്ന് അങ്ങോട്ട് ആരാധിക്കുവാൻ തുടങ്ങി. അപ്പൊ എനിക്കിന്നത് ആരാധന എന്നൊന്നും അറിയത്തില്ല. ഇവരങ്ങോട്ട് സന്തോഷിച്ച് തുള്ളുന്ന കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ വിചാരിച്ചു, ഈ കൈ ഒന്ന് അഴിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാർക്കെല്ലാം എഴുന്നേറ്റ് ചെവിക്കന്നം തീർത്ത് രണ്ടടി കൊടുത്തിട്ട് പോകാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കൈ ഒന്ന് അഴിഞ്ഞിട്ട് വേണ്ട ഈ അഭ്യാസം കാണിക്കാൻ. അരിച്ചാക്ക് സിമന്റ് ചാക്ക് രണ്ടുപേരൊന്ന് മൂലക്കെടുത്ത് എറിയുന്നത് പോലെ പുറകിലെ വാതിലിന്റെ അവിടേക്ക് പൊക്കിയെടുത്ത് എറിഞ്ഞിട്ട് ഇപ്പൊ എന്റെ നടുവും ഒടിഞ്ഞു പോയല്ലോ എന്ന് കരുതി ഞാൻ അവിടെ കുറെ നേരം കിടന്നു. അപ്പോൾ അതിലാരോ വന്നോട് ചോദിച്ചു, പിടിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും നേരം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഇവന്മാർക്ക് ആർക്കും പിടിക്കണ്ടായിരുന്നു. ഇപ്പൊ നടു ഒടിഞ്ഞപ്പോഴാണോ പിടിക്കാൻ വരുന്നത്? പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന് വേണ്ടി ഈ കാലയളവിൽ വ്യത്യസ്തമായ നിലകളിലൂടെ കർത്താവിനെ സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നതായ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കൾക്കും അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. നാം എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഉദയകുമാർ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ദൈവദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. തീർച്ചയായും. എന്റെ പേര് ഉദയകുമാർ. ഞാൻ മാവേലിക്കര ചെന്നിത്തലയാണ് ഇപ്പോൾ താമസം. സ്വദേശം ജനിച്ചു വളർന്നതൊക്കെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 44 വർഷമായി മാവേലിക്കര. വിവാഹം കഴിഞ്ഞതിന് ശേഷം ചെന്നിത്തലയിൽ സ്ഥലം വാങ്ങി ദൈവം തന്ന ഒരു വീട്, മനോഹരമായൊരു വീട് തന്നു. അതിൽ ഞങ്ങൾ കുടുംബമായി, ഞാനും എൻ്റെ ഭാര്യ ഇന്ദിര, എൻ്റെ മക്കൾ 2 പേർ, കൃഷ്ണപ്രിയ, കൃഷ്ണലാൽ. അവർ 2 പേരും മാരീഡായിരുന്നു. എന്നാൽ മകള് 2015 ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി. മകനും അവന്റെ കുടുംബവും ഒരു കുഞ്ഞുമായി ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞു വരുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ ദാസന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനെ എനിക്ക് ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട വിലയേറിയ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, സുവിശേഷീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഇത് ലൈവായിട്ടും അല്ലാതെയും കണ്ടുകൊണ്ടിരിക്കുന്നതായ, ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ എളിയ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരും കർത്താവിനാൽ പ്രയോജനപ്പെട്ടവരായി തീരട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനമുള്ളവരായി തീരണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും, ഏതെങ്കിലും ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതങ്ങൾ വെളിപ്പെട്ട് വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഉണ്ടായിരിക്കുമാറാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഉദയകുമാർ. ഞാൻ മാവേലിക്കര ചെന്നിത്തല സ്വദേശിയാണ്. ഇപ്പോൾ ചെന്നിത്തലയിൽ താമസിക്കുന്നു. ദീർഘവർഷമായി, കഴിഞ്ഞ 1999 ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം കൃപയാൽ എനിക്കും ലഭിച്ചു. അനേകർക്ക് ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇതിന് യാതൊരു യോഗ്യതകളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ബാല്യകാലം ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച്
നല്ല മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട അനുസരണത്തോടു കൂടെ ജീവിച്ചു വന്നു. ബാല്യകാലം വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങളെ 5 സഹോദരന്മാർ, 2 സഹോദരിമാർ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ അന്ന് വലിയ പരാജയങ്ങളും പരാധീനതകളും ഇല്ലാത്ത ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളരുകയും അച്ഛന് അത്യാവശ്യമായിട്ടുള്ള കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് അനേക സുഹൃത്തുക്കളായിട്ട് അച്ഛൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളെയൊക്കെ ഓമനിച്ച് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ബാല്യകാലം ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ആൺപിള്ളാരിൽ ഏറ്റവും ഇളയ മകനാണ്, 5ാമത്തെ മകനാണ്. എൻ്റെ ഇളയ ഒരു സഹോദരി കൂടെയുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും മൂത്ത ഒരു സഹോദരി, ഏറ്റവും ഇളയ ഒരു സഹോദരി. അങ്ങനെ 7 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നെ വളരെ ലാളനയോടെ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ വളർത്തിക്കൊണ്ടു പോന്നു. ഞാനും വളരെ അച്ചടക്കത്തോടെ ജീവിച്ചു. 10ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ദേശത്ത് കോന്നിയില് ഈ RSSന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം ഒരു ബാല സ്വയം സേവകനായി RSSന്റെ ശാലഖയിൽ പ്രവർത്തിക്കുവാനും അങ്ങനെ ഏറിയ കാലം RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും അതിൻ്റെ ശാരീരിക പ്രമുഖ, മുഖ്യ ശിക്ഷക എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുവാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. ഒരു ഹൈന്ദവ ആദർശവാദിയായി, ഒരു ഹൈന്ദവ തീവ്രവാദിയായി തന്നെ ഹൈന്ദവ ആദർശങ്ങൾ അനുസരിച്ച് നല്ല മതഭക്തിയോടുകൂടെ ജീവിച്ചിരുന്ന ഞാൻ എങ്ങനെ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ വേദപുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനായിട്ട് അന്ന് ആ സമയത്ത്, ആ കാലഘട്ടങ്ങളിൽ എനിക്ക് യേശുക്രിസ്തു, എൻ്റെ പ്രായമായി ഓർമ്മയൊക്കെ ആയ സമയത്ത് ഞാൻ ഈ ശാഖാപ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നപ്പോൾ അല്പം ശാരീരിക കായികാഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ അന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രായമായി ശരീരമൊക്കെ ഒന്ന് പുഷ്ടി പിടിച്ചപ്പോൾ അനേക സുഹൃത്ത് വലയങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായി. ഞങ്ങളുടെ ദേശത്ത് അനേക ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ പ്രായത്തിൽ കവിഞ്ഞതായ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ ആ സമയത്ത് എനിക്ക് ഉണ്ടായി. അങ്ങനെ ഞാനും ആ സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീർന്നു. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് പ്രധാനമായും നല്ല പാരമ്പര്യമായിട്ടുള്ള ക്രൈസ്തവ പശ്ചാത്തലമുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട് കൂടെ പഠിച്ചതും വളർന്നതുമൊക്കെ ആയ ആൾക്കാരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം എന്നെ ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയായി. അങ്ങനെ ഞാനും അവരോടൊപ്പം നടന്ന് ഞങ്ങൾ ഒന്നിച്ച് മദ്യപിക്കുകയും ഈ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും അകപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം. അപ്പോഴും ഈശ്വരഭക്തി എൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഒരു മതഭക്തനായിരുന്നതുകൊണ്ട് ക്ഷേത്ര ആരാധനകളും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു ക്രൈസ്തവ സഹോദരൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ച ആൾ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പൊ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്ന പെറ്റ് നെയിമാണ് എന്നെ വിളിക്കുന്നത്. ഉണ്ണി, വാത്സല്യത്തോടെ വിളിക്കുന്നതാണ്. ഉണ്ണിക്കറിയാമോ ഞങ്ങളുടെ ആദ്യത്തെ വാറ്റുകാരൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് വാറ്റില്ലായിരുന്നു, എൻ്റെ വീട്ടിലും ആരും വാറ്റുകാരും അതുകൊണ്ട് വാറ്റുകാരൻ ആരാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ യേശു കർത്താവാണ് ആദ്യത്തെ വാറ്റുകാരൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം ആ പറഞ്ഞതിന്റെ സാരം യേശുക്രിസ്തു, ഞാനത് ബൈബിൾ വായിച്ചപ്പോഴായിരിക്കും മനസ്സിലായത്, യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി കൊടുത്ത ഉപമയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ വാറ്റുകാരൻ യേശുക്രിസ്തു ആയിരുന്നു. പക്ഷെ എന്നാൽ ആ ഒരു പദം, ആ വാറ്റുകാരൻ എന്നുള്ള ഒരു പേര് എന്നെ വല്ലാതെ ഈ യേശുക്രിസ്തുവിലുള്ള വിദ്വേഷം വർദ്ധിപ്പിച്ചു. ഈ ജനങ്ങളെ മുഴുവൻ കള്ളു കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ച, കള്ളു കുടിക്കാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കും? അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനോട് എനിക്ക് തീരെയും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ കണ്ട യേശു, അപ്പോൾ ഞങ്ങൾക്ക് അനേക ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളൊക്കെ വളരെ ശക്തന്മാരും വളരെ ആരോഗ്യമുള്ളവരും ഭയങ്കരമായ എന്താ പറയുക ഊർജമുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ ഞങ്ങൾ കാണാൻ പോകുമ്പോൾ, ഞങ്ങൾ അവരെ ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് ക്ഷേത്ര നടയിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ കാലിലെ ചെരുപ്പും ഒക്കെ ഊരി വെച്ച് വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്.
എന്നാൽ അന്ന് ഞാൻ കണ്ട ഈ ക്രിസ്തുവിന്റെ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന എന്റെ സുഹൃത്തുക്കളായ ഈ ക്രിസ്ത്യാനികൾ പള്ളിയിലോട്ട് പോകുമ്പോൾ തന്നെ സിഗരറ്റ് വലിച്ചും തലേ ദിവസം ഭയങ്കരമായി കള്ളു കുടിച്ച് അടിയുണ്ടാക്കി ബഹളമുണ്ടാക്കി എല്ലാവർക്കും വല്ല ഉപദ്രവങ്ങളും ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസികളെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾക്ക് ഈ ക്രിസ്തുവിനെ യാതൊരു ഭയമോ ബഹുമാനമോ ഞങ്ങൾ കണ്ടിട്ടില്ല. പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും അവർ സിഗരറ്റും വലിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ബീഡി വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കുത്തിക്കെടുത്തി വെച്ചിട്ട് ആ പള്ളിയുടെ സൈഡിൽ ഞങ്ങളന്ന് കണ്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ സൈഡില് ഒരു ചെറിയ കപ്പ് പോലെ ഉള്ള ഒരു പാത്രം അവിടെ വെച്ചേക്കും. അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ കയറുന്ന സഹോദരന്മാർ അവിടുന്ന് ആ വെള്ളം എടുത്ത് നെറ്റിക്കോ തലയിലോ ഒക്കെ ഒന്ന് കുടഞ്ഞ് തുടച്ചിട്ടാണ് പള്ളിക്കകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ കണ്ട ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഇപ്രകാരമുള്ളവരായിരുന്നു. ഞാൻ കണ്ട ക്രിസ്തു മേൽപ്പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ദൈവമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്തുവിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ദൈവമല്ല. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, മുഖപക്ഷമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ ഇടയായി. അങ്ങനെ എന്റെ ബാല്യകാലം അങ്ങനെ കഴിഞ്ഞു. ഞാൻ അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം മംഗളം NSS കോളേജിൽ ഞാൻ BCom പഠിക്കുന്ന കാലഘട്ടം ഈ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും മ്ലേച്ഛതകളിലും മുഴുകി ജീവിച്ചിരുന്നു. അത്യാവശ്യം സാമ്പത്തികം വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ കാലഘട്ടം ഇന്നത്തേതുപോലെ അല്ല. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഒരു ദിവസം ജീവിക്കാം. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ എൻ്റെ കൂട്ടുകെട്ടുകൾ, എൻ്റെ ജീവിത ശൈലികൾ എൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ നാട് വിട്ട് പോയി ആത്മഹത്യ ചെയ്യുവാനായി കന്യാകുമാരിയിൽ പോയി 2 കുപ്പി മദ്യമൊക്കെ വാങ്ങി അവിടെ ചെന്ന് കള്ളു കുടിക്കാൻ നോക്കിയിട്ട് എനിക്ക് കള്ളു കുടിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് ഞാൻ തിരിച്ചു വീണ്ടും കന്യാകുമാരിയിൽ നിന്ന് അടുത്ത സൂപ്പർ ഫാസ്റ്റ് കയറി ഗുരുവായൂർ പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെയും എനിക്ക് കള്ളുണ്ട് കയ്യില്, പക്ഷെ കള്ളു കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആ കള്ളും ഞാൻ ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ വലഞ്ഞു നടന്ന് കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയുടെ അനുജത്തി താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി ആ വീട്ടിൽ ഒരു 2 വർഷത്തോളം താമസിക്കുവാനും അവിടെ വെച്ച് എനിക്കൊരു വിവാഹാലോചന വന്നു. അങ്ങനെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് സംബന്ധിച്ച് ഞാനതൊരു ആദർശവാദിയായിരുന്നു. ഈ RSSന്റെ പ്രവർത്തനങ്ങൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാനൊരു ബാലസ്വയം സേവകനായിട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഒരു കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആളും ഒരു വത്സലൻ ചേട്ടൻ എന്ന് പറയുന്ന ആളുമാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അവര് അന്ന് പറഞ്ഞതായ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഈ RSS എന്ന് പറയുന്ന സംഘടന ലോകത്തിലെ ആദർശങ്ങളിൽ ഏറ്റവും നല്ല ആദർശമുള്ള ഒരു സംഘടന തന്നെയാണ്. പക്ഷേ അത് ആദർശം അറിയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആദർശം പഠിച്ച ഒരു വ്യക്തി ആരെയും ഒരു വിധത്തിലും ഉപദ്രവിക്കുകയോ ഒരു വിധത്തിലും ആർക്കും ദോഷം ചെയ്യുകയില്ല. അന്നത്തെ ഞങ്ങൾ ആ ബാലസ്വയം സേവകരായി കിടക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെക്കാട്ടിൽ മൂത്ത ആളുകളെ സ്വന്തം മാതാപിതാക്കളെ പോലെയും മൂത്ത സ്ത്രീകളെ സ്വന്തം അമ്മമാരെ പോലെയും മൂത്ത സഹോദരിമാരെ പോലെയും ഇളയ സ്ത്രീകളെ ഇളയ സഹോദരിമാരെ പോലെ നിർമ്മലതയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്നാണ് RSS എന്ന് പഠിപ്പിച്ചത്. അന്ന് RSSന് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും അങ്ങനെ അന്നത്തെ രാഷ്ട്രീയ ആൾക്കാരെല്ലാവരും അതിനകത്ത് RSSലെ ശാഖയിലെ മെമ്പേഴ്സ് ആയിരുന്നു. അതിനുശേഷം ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ജനസംഘം, ജനതാ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ അതിൻ്റെ ഇടയിൽ രൂപാന്തരപ്പെടുകയും ഈ ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ അധീനതയിലേക്ക് ഈ RSS കടന്നു പോവുകയും ഇന്ന് അതൊരു മതസംഘടനയായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖവാർത്ത കൂടി ഇതിൻ്റെ ഇടയിൽ അറിയിക്കാനുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, നല്ല ആദർശമുള്ള ഒരു സംഘടനയായിരുന്നു ഈ RSSന്റെ ആദർശം. എന്നാൽ ഈ ആദർശം അറിയാവുന്ന ഒരു വ്യക്തി ഈ സത്യവേദ പുസ്തകം ഒരു തവണ വായിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. കാരണം ഈ RSSന്റെ ആദർശം
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദർശമാണ്. അന്ന് ബൈബിൾ വായിച്ച ഏതോ മഹാന്മാരായ വ്യക്തികൾ ഈ ആദർശം ക്രിസ്തുവിന്റെ ആദർശമാക്കാതെ സ്വാമി വിവേകാനന്ദന്റെയും രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ ആദർശമാക്കി മാറ്റിക്കൊണ്ട് പഠിപ്പിച്ചു. എന്നാൽ ആദർശമറിയാവുന്ന ഒരു വ്യക്തി ഈ സത്യവേദ പുസ്തകം വായിച്ചാൽ നിശ്ചയമായും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുമെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സാക്ഷ്യം ആരെങ്കിലും ഹൈന്ദവ സ്നേഹിതന്മാരോ സഹോദരന്മാരായിട്ടോ ഉള്ള ആരെങ്കിലും ഈ സാക്ഷ്യം ഇനി ഒരിക്കൽ കേൾക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യം, ദയവായി നിങ്ങൾ ഈ സത്യവേദ പുസ്തകം ഒന്ന് വായിക്കുകയും ഈ സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്താൽ നിശ്ചയമായും നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഇത്തരുണത്തിൽ ഞാൻ അവരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയോ അല്ല. യേശുക്രിസ്തു ഒരു മത സ്ഥാപകനല്ല. യേശുക്രിസ്തുവിന് ഒരു മതവുമില്ല, ജാതി മത വ്യത്യാസമൊന്നുമില്ല. തന്നിൽ ആശ്രയിക്കുകയും തന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഏവർക്കും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ഏത് കളറിലുള്ള ആളായാലും എത്ര പണക്കാരനോ പാവപ്പെട്ടവനോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. തന്നിൽ ആശ്രയിക്കുന്ന ഏവരെയും സൗജന്യമായി രക്ഷിക്കുന്ന ഒരേ ഒരു സത്യദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന് ഇത്തരണത്തിൽ ഞാൻ ഈ കേൾവിക്കാരോട്, എന്റെ ശ്രോതാക്കളോട് ഞാൻ അത് തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കുക തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ഈ സത്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് എന്നെ നാട്ടിൽ വെച്ച് ഒരു മനുഷ്യർക്ക് എന്നോട് സുവിശേഷം പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ അത്രമാത്രം ഹൈന്ദവ തീവ്രതയിൽ നടക്കുന്ന ഒരാളായിരുന്നു. പലർക്കും ഭയമായിരുന്നു എന്നോട് സുവിശേഷം പറയുവാൻ. അങ്ങനെ ഞങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല, സുവിശേഷം പറയുന്നവരെ കണ്ടിട്ടില്ല. ചുരുക്കമായിട്ട് അന്ന് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, അള്ളാഹുവിനെ വിളിക്കുന്നവർ മുസ്ലിങ്ങളുടെ ദൈവം, മറ്റ് ദൈവങ്ങളെ വിളിക്കുന്ന, മറ്റുള്ളവരെ വിളിക്കുന്ന അവർ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ, ഇങ്ങനെ മാത്രമായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുകയും അതിനുശേഷം ഞങ്ങൾ പഠിച്ചു, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം പല രൂപത്തിൽ പല ഭാവത്തിൽ ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ ശിവനും കൃഷ്ണനും ക്രിസ്തുവും നബിയും സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ പരമഹംസനൊക്കെയും ഭൂമിയിൽ അവതരിച്ച ദൈവത്തിന്റെ അവതാര രൂപങ്ങളാണെന്ന് വിശ്വസിക്കുകയും അനേകരെ വിശ്വസിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ മാന്യ വനിതയെക്കുറിച്ച് കേൾക്കുവാനും അവരുടെ ആശ്രമത്തിൽ പോകുവാനും അവരുടെ ഒരു ഭക്തനായി മാറുവാനും ഇടയായി. ദീർഘവർഷങ്ങൾ, ഏകദേശം 18 വർഷക്കാലത്തോളം അവരുടെ ആശ്രമത്തിലെ ഒരു ഗൃഹസ്ഥാശ്രമിയെ പോലെ പോകുന്നിടത്തും വരുന്നിടത്തുമെല്ലാം ആശ്രമത്തിലെ ഒരു അന്തേവാസിയായി ജീവിക്കുകയും അനേകരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും എന്റെ നാട്ടിൽ തന്നെ എന്റെ വീട്ടിൽ സത്സംഗവും ഭജനയൊക്കെ എന്റെ വീട്ടിൽ നടത്തുകയും മസ്കറ്റിലും ദുബൈയിലും ഒക്കെയും അവരുടെ സത്സംഗമൊക്കെ ക്രമീകരിക്കുകയും ഇത് മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തികളിൽ ഒരുവനായിരുന്നു ഞാനും. അല്ലെങ്കിൽ അങ്ങനെ അമൃതാനന്ദമയി ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അവതാര രൂപിണിയാണെന്ന് വിശ്വസിച്ച് അവരുടെ കൂടെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം കൃപയാൽ എനിക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം കൃപയാൽ എനിക്ക് ലഭിച്ചു. അതിന് മുഖാന്തരമായത് ഞാൻ പണം കൊണ്ട് എന്തും നേടാം എന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കാൻ എന്ത് മോശമായ മാർഗങ്ങൾ ഞാൻ സ്വീകരിക്കാതെ, എനിക്ക് സ്വാർത്ഥത, പണം ഉണ്ടാക്കുവാനുള്ള സ്വാർത്ഥത എന്നെ പിടിച്ചിട്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും മനസ്സിലാക്കുവാൻ മനസ്സ് വയ്ക്കാതെ എനിക്ക് പണം ഉണ്ടാക്കണം, അങ്ങനെ ബിസിനസ്സുകളിൽ ഇറങ്ങിത്തിരിച്ച് മറ്റുള്ളവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ ഞാൻ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു പാപിയായ മനുഷ്യനായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ വേദപുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. അതുവരെയും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെയും ഞാൻ സേവിച്ചു വരുന്നതായ ദൈവങ്ങൾ, ഞാൻ അവർക്ക് കൊടുക്കുന്ന നേർച്ചകളുടെയും വഴിപാടുകളുടെയും പ്രതിഫലമായി അവർ തരുന്ന അനുഗ്രഹങ്ങളും നന്മകളും ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചു വന്നു. എന്നാൽ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു മുന്നോട്ട് വരുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചു വന്ന, ഞാൻ നേർച്ചകളും വഴിപാടുകളും കൊടുത്ത് പ്രസാദിപ്പിച്ചു വന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചപേക്ഷിച്ചിട്ടും ഇവർക്കാർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ആ സമയം എന്റെ ഭാര്യ വീട്ടിൽ, അന്ന് ഞാൻ ആ സമയത്ത് ഒമാനിൽ 1999 ഒമാനിൽ ജോലിയോടുള്ള ബന്ധത്തിൽ പോയി. എന്നാൽ അവിടെ ചെന്ന് എനിക്ക് ജോലി കിട്ടിയില്ല. ഞാൻ അവിടെ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകള്, ചെറിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് വർക്ക് ചെയ്തു വരുന്ന സമയത്ത്
എനിക്ക് കുറെ ബില്ലുകൾ പാസ്സായത്, പൈസ കിട്ടാതായി. ആ ബില്ല് കിട്ടിയതൊക്കെ എന്റെ ആ സ്പോൺസർ, എന്നെ അവിടെ സ്പോൺസർ ചെയ്തിരുന്നവർ വാങ്ങിക്കുകയും അങ്ങനെ ഞാനൊരു വലിയ കടബാധ്യതയിലാവുകയൊക്കെ ചെയ്തു. എന്നാൽ കിട്ടാനുള്ള പൈസ കിട്ടാനുമുള്ള മാർഗമില്ല. അങ്ങനെ ആ സമയത്ത് എന്റെ കൂടെ സഹകരിച്ചു വന്ന വലിയ ഉന്നതന്മാരായ ബിസിനസ്സുകാരും ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടായിരുന്ന വലിയ ശൃംഖല തന്നെ, ഉന്നതന്മാരുടെ ഒരു ശൃംഖല തന്നെ എനിക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ എറണാകുളം പട്ടണത്തിലെ ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം എറണാകുളത്തെ വലിയ വലിയ ബിസിനസ്സുകാര്, ജോസ് ഇലക്ട്രിക്കൽസ്, ജോസ്കോ ജുവലറിയുടെ അനുജൻ വിൽസൺ, പഴയ ഓറിയന്റൽ ഫിനാൻസിന്റെ MD, അങ്ങനെ പാർത്ഥാസിന്റെ മുതലാളി രാജേന്ദ്രൻ, അങ്ങനെ ഒന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ അനേക ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ആ സമയത്ത്, ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ എന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ട സമയത്ത് ഈ എന്റെ കൂട്ടുകാർ മുഴുവനും എന്നെ വിട്ടുപോയി. എന്തിനേറെ പറയുന്നു, ഞാൻ വിശ്വസിച്ചു വന്ന് നേർച്ചകളും വഴിപാടുകളും കൊടുത്ത് പ്രസാദിപ്പിച്ചു വന്ന, ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് പ്രസാദിപ്പിച്ചു വന്ന ദൈവങ്ങൾ എന്ന് പറയുന്നവർ പോലും എന്നെ കൈവിട്ട സാഹചര്യത്തിൽ എന്റെ ഭാര്യ വീട്ടിൽ വളരെ പട്ടിണിയും പ്രാരാബ്ദവും പ്രയാസവും ഒക്കെ. അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ സർവീസ് ഒന്നുമില്ല. വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർക്ക് ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. അന്ന് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ലെറ്റർ വഴിയാണ്. ഒരു ലെറ്റർ അയച്ചാൽ 14-15 ദിവസം കഴിയുമ്പോഴാണ് നമുക്കതിന് മറുപടി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു കത്തോലിക്ക ആരാധനാലയത്തിൽ, മോളെ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്, നമുക്കൊരു ധ്യാനം കൂടാൻ പോകാമെന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ രഹസ്യമായിട്ട് വിളിച്ച് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അവരെ അറിയാവുന്ന രീതിയിൽ കൂടെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ 2-3 ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒമാനിൽ വെച്ചിട്ട് എന്നെ സന്ദർശിച്ചു. അങ്ങനെ ഒരു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ കാണുവാനും എന്നോട് പറഞ്ഞു, സാറേ, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്ക്, യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എടൂ, തനിക്ക് നാണമില്ലേ കാശ് വാങ്ങിച്ച് മതവും മാറി ക്രിസ്ത്യാനിയായിട്ട് എന്നെ കൂടെ ക്രിസ്ത്യാനിയാക്കാൻ വരാൻ? നാട്ടിലെങ്ങാണം വെച്ചായിരുന്നു താനത് പറഞ്ഞിരുന്നെങ്കിൽ തന്റെ കയ്യും കാലും വെട്ടി ഞാൻ ഉപ്പിലിട്ടേനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞ 2 വാക്കുകൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു 3 സ്തോത്രം അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അയാളുടെ മറുപടി പറഞ്ഞു, ഇയാളുടെ ഒരു സൂത്രം, കാശ് വാങ്ങിച്ച് മതവും മാറി ഹിന്ദുക്കൾക്ക് മുഴുവൻ പേരുദോഷം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സൂത്രം പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ് ഞാൻ അയാളോട് വളരെ കോപപ്പെട്ട് ഞാൻ തിരികെ പോന്നു. അതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ വന്ന് അടുത്ത ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ താഴെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടില് ഞാൻ താഴെ ഇറങ്ങി നിന്നു. എന്റെ പരിചയക്കാര് എന്നോടുകൂടെ വന്ന് എന്റെ റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ചവരാരെങ്കിലും വന്ന് ഒരു ചായ കുടിക്കാൻ വിളിച്ചാൽ അവരോടുകൂടെ കയറിയിരുന്ന് വല്ലതും കഴിക്കാം എന്ന് കരുതി ഞാൻ ആ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ രാവിലെ ഒരു 9 മണി മുതൽ 11 മണി വരെയോളം നിൽക്കാൻ ഇടയായി. പലരും അതുവഴി കടന്നു വന്നു പോയി. ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ലാസ്റ്റില് ഏകദേശം ഞാൻ എന്നാ റൂമിൽ തിരിച്ചു കയറിപ്പോകാം എന്ന് കരുതി നിൽക്കുമ്പോൾ ഞാൻ തലേദിവസം ചീത്ത വിളിച്ച ഈ മോശമായിട്ട് സംസാരിച്ച ഈ മനുഷ്യൻ അതുവഴി കടന്നു വന്നു. എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, വെറുതെ നിൽക്കുക. രാവിലെ ചായ കുടിച്ചോ? ഞാൻ പറഞ്ഞു, കാപ്പി കുടിച്ചു. കാരണം ഇയാൾ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ ഇയാളുടെ ഭക്ഷണം വേണ്ട, ഹിന്ദുക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കിയവനല്ലേ, ഇയാളുടേത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കാപ്പി കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമല്ല എന്ന് തോന്നി. ഒരു 5 മിനിറ്റോളം അദ്ദേഹം എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ താല്പര്യമല്ലാത്ത രീതിയിൽ കൂടെ മറുപടി പറഞ്ഞു. അദ്ദേഹം അങ്ങ് പതുക്കെ അങ്ങ് നടന്നു പോയി. ഞാൻ തിരിഞ്ഞു നോക്കി, ഇയാൾ അങ്ങ് പോയോ എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറെ ദൂരം പോയ മനുഷ്യൻ തിരിച്ച് വീണ്ടും എന്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങളൊരു പ്രാർത്ഥന വെക്കുന്നുണ്ട്, വരുന്നെങ്കിൽ വാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം എല്ലാത്തിനും പരിഹാരം തരും. അപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് മുൻ പരിചയങ്ങളൊന്നുമില്ല. ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങളൊരു അപ്പോയിന്റ്മെന്റ് എനിക്ക് തന്നിരുന്നു അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത വിധത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി. വരാൻ കഴിയാഞ്ഞ കാരണത്താൽ എന്നോട് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ ആ സമയത്താണ് അദ്ദേഹം എന്നോട് ഈ സുവിശേഷം അറിയിച്ചത്. അവിടുന്ന് ഇവരെന്നെ കണ്ടപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഭാര്യ ലതിക എന്ന സഹോദരി, അവർ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്.
അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമാണെന്ന് ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞതല്ല എനിക്ക് പ്രയാസമുണ്ടെന്ന്, എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും അവര് നേരെ എന്റെ മുമ്പിൽ വന്നു. ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സംസാരിച്ചു. ഇങ്ങനെ തിരിച്ചു പോയി വീണ്ടും അയാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളൊരു പ്രാർത്ഥന വെക്കുന്നുണ്ട്, വരുന്നെങ്കിൽ വാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, എന്റെ ദൈവങ്ങൾക്ക് എന്നെ രക്ഷിക്കാം. അപ്പോൾ അതിന്റെ ഈ രവീന്ദ്രൻ എന്നോട് സുവിശേഷം പറഞ്ഞതിന്റെ അടുത്ത ദിവസം ഞാൻ പേപ്പറിൽ ഒരു പരസ്യം കണ്ടു. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം, മാന്ത്രിക ഏലസുകള്, വൈരമോതിരങ്ങള്, പൂജാവിധികൾ സമീപിക്കുക ശശി മങ്ങാട് എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടു. ഞാൻ ആ പരസ്യത്തിൽ നമ്പർ വിളിച്ച് അദ്ദേഹത്തിന്റെ അടുക്ക അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ ചെന്നു. അദ്ദേഹം കബഡി നിരത്തി നോക്കിയിട്ട് പറഞ്ഞു, ദൈവങ്ങൾ മുഴുവൻ പിണങ്ങിയിരിക്കുക, അവരെ പൂജ ചെയ്ത് ഇണക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് എന്ത് ചെലവ് വരും? നമുക്കൊരു 40,000 രൂപയ്ക്ക് എല്ലാവരെയും കൂടെ ഇണക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, എനിക്ക് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ആ പണം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തതാ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം, എനിക്കൊരു ആ പൈസ വാങ്ങാനായിട്ടൊരു മാർഗം ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇങ്ങോട്ട് വാ, ഞാനൊരു പ്ലാസ്റ്റിക് മോതിരത്തിൽ 2 കല്ല് വെച്ച് തരാം, അത് ഇട്ടുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ പൈസ കിട്ടും. ഞാൻ 1 മാസം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഇദ്ദേഹത്തോട് പോയി പറഞ്ഞു, ചേട്ടാ മോതിരം തന്നാൽ ഞാൻ പോയി പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് പൂജ ചെയ്യാം. അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതിന് ചെറിയ ചെലവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്ത് ചെലവ് വരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനൊരു 5000 രൂപ തരാൻ പറഞ്ഞു. ചെറിയ ഒരു പ്ലാസ്റ്റിക് മോതിരത്തിൽ 2 കല്ല് വെച്ച് ഒട്ടിച്ചു തരുന്നതിന്. അന്ന് ഉത്സവപ്പറമ്പിൽ 1 രൂപയ്ക്ക് 10 പ്ലാസ്റ്റിക് മോതിരം കിട്ടുന്ന കാലഘട്ടമാണ്. ആ പ്ലാസ്റ്റിക് മോതിരത്തിൽ 2 കല്ല് പശ വെച്ച് ഒട്ടിച്ച് ജപിച്ചു തരുന്നതിന് 5000 രൂപ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ 40,000 പൂജയ്ക്കും 5000 മോതിരത്തിനും എന്നല്ലേ പറഞ്ഞത്? ഞാനൊരു കാര്യം നിങ്ങൾ ആ മോതിരം ഉണ്ടാക്കിത്താ, ഞാൻ ആ മോതിരം പൈസ വാങ്ങിച്ചോണ്ട് വന്ന് നിങ്ങൾക്ക് 50,000 രൂപ തരാം, എനിക്ക് രക്ഷപ്പെടണം. അയ്യോ അത് പറ്റത്തില്ല, ഇത് എന്റെ വയറ്റിപ്പിഴപ്പാണ്, അതുകൊണ്ട് വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇവിടെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല, ഞാനും വിസയും ടിക്കറ്റും ഒക്കെ കടമെടുത്ത് വന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹം സത്യം പറഞ്ഞു. അദ്ദേഹത്തിനെ ഞങ്ങളുടെ പഴമക്കാർ വിളിക്കുന്ന ഒരു പേരാണ് പ്രശ്നക്കാരനെന്ന്. കാരണം ഈ പഴമക്കാർക്കറിയാം ഈ മനുഷ്യർക്ക് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ളവരാണെന്ന്. അതുകൊണ്ടാണ് ഇവരെ അറിഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന പേര് പ്രശ്നക്കാരൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്തായാലും ഞാൻ പ്രശ്നക്കാരൻ എന്നെ കൈവിട്ടു. ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന് നിൽക്കുന്ന ദിവസമാണ്. ആഹാരം കഴിക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ രവീന്ദ്രൻ വീണ്ടും വന്നു, എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. പെട്ടെന്ന് എനിക്ക് തോന്നി, എന്റെ ദൈവങ്ങൾക്ക് എന്നെ രക്ഷിക്കണമെങ്കിൽ 45,000 രൂപ വേണം. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന് വെടിയും പടക്കവും മെഴുകുതിരിയും ചെലവൊന്നുമില്ല, എങ്ങും പോകണ്ട, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. യേശുക്രിസ്തു എങ്കിൽ യേശുക്രിസ്തു, എനിക്ക് രക്ഷപ്പെടണം. അങ്ങനെ ഞാൻ ചോദിച്ചു, എവിടെ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല വരാൻ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ റെഡിയായി നിന്നാ മതി, ഞങ്ങൾ 5 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ സമയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം വന്നിട്ട് അദ്ദേഹം ഈ പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹം കൈ എടുത്തിട്ട് വലിച്ചിട്ട് എന്തോ ഒരു സാധനം എടുത്ത് എന്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ മനസ്സിലായി, എന്തോ പൈസയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് എന്റെ പോക്കറ്റ് തപ്പിക്കൊണ്ട് വലത്തെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഓ വേണ്ട 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 എന്നൊക്കെ ആംഗ്യം കാണിച്ചു. വേണ്ടാന്ന് പറഞ്ഞപ്പോ തൊപ്പി പിടിച്ചോണ്ടാണ് ആംഗ്യം കാണിക്കുന്നത്. കാരണം വേണ്ടാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത് എടുത്തോണ്ട് പോകരുത്. ഹല്ലേലൂയ, എനിക്ക് പൈസയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഇരിക്കട്ടെ, ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ ഒരു പെപ്സിയോ ഒരു ശകലം മിക്സറോ എന്തെങ്കിലും സ്നാക്സോ എല്ലാം വാങ്ങിച്ചു വെച്ചത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് പോകാം. വളരെ സൗമ്യതയോടെ അദ്ദേഹം എന്നോട് സംസാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷിച്ചും കൊണ്ട് നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തിയിട്ട് ഫിലിപ്പോസ് സന്തോഷിച്ചു പോയെന്ന് പറഞ്ഞ പോലെ ഒരാത്മാവിനെ കിട്ടിയ സന്തോഷത്തോടെ ഈ മനുഷ്യൻ നടന്നുപോയി. എനിക്കും അതിനെക്കാട്ടി സന്തോഷം, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കിട്ടിയല്ലോ. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ ആ പുറകിലെ റെസ്റ്റോറന്റിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പൈസയുണ്ട്. ഞാൻ ആ പുറകിലെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഞാൻ ആ റെസ്റ്റോറന്റിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാ മെസ്സിന് എത്ര പൈസയാണെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ മെസ്സുണ്ട്, 3 നേരം ഭക്ഷണത്തിന് 17 റിയാല്. അപ്പൊ ഞാൻ ആ പൈസ എടുത്ത് ആ റെസ്റ്റോറന്റുകാരൻ്റെ കൊടുത്തിട്ട് 1 മാസത്തേക്കുള്ള മെസ്സ് അങ്ങ് ചേർന്നു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ സാധനം വാങ്ങിക്കാൻ ഏകദേശം 300-400 പൈസയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒമാനില്. അപ്പം ഞാൻ ആ മെസ്സ് ചേർന്നു. അന്നേരം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, 3 നേരവും എനിക്ക് ഭക്ഷണം. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, 1 നേരത്തെ ഭക്ഷണമില്ലാതെ
ഒരു നേരത്തെ ആഹാരത്തിന് ഒരു ചായ ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാമെന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതിരുന്ന എനിക്ക് ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ ക്രമീകരണവുമായി ദൈവം തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഇതാണ് ഈ ദൈവത്തോട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു 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 സന്തോഷവും ആ ദൈവത്തോടുണ്ടായ ഒരു സ്നേഹം. ഹല്ലേലൂയ. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇവർ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള പൈസയില് ആ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിവെച്ചു. പിന്നെയും എൻ്റെ കയ്യിൽ പൈസ അധികം വന്നു. വൈകിട്ട് ഇവർ വന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ 4 മണിയായപ്പോഴേ റെഡിയായി ഇരുന്നു. കാരണം എനിക്ക് രക്ഷപ്പെടണം, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകണം, എനിക്ക് രക്ഷപ്പെടണം. ഈ ദൈവം രക്ഷിക്കുന്ന ദൈവമാണെന്നും എനിക്ക് അറിയത്തില്ല. ചെലവില്ലാതെ രക്ഷിക്കുന്നുവെന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ 4 മണിയായപ്പോഴേ ഞാൻ റെഡിയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിലേക്ക് പോകുവാൻ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിങ്ങൾ ഹല്ലേലൂയ വീര്യമുള്ളവരായിരിക്കണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവര് വന്നു, 5 മണിയായപ്പോൾ വന്നു. ഇവര് വന്ന് എനിക്ക് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടുന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. 8 പേര് വട്ടം കൂടി ഇരുന്ന് പാട്ടുപാടി ആരാധിക്കുന്ന ഒരു വീട്ടിലെ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിലേക്ക് എന്നെയും കൊണ്ടുപോയി. എനിക്കന്ന് മുൻസ്ഥാനം വേണം. ഞാൻ എവിടെയും പോയി മുൻസ്ഥാനത്തെ ഇരിക്കത്തുള്ളൂ. കൈയും കോട്ടും ഒക്കെ കെട്ടി ഏറ്റവും മുമ്പിൽ പോയി ഞാനും ഇരുന്നു. അവിടെ ചെന്നിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇവര് പാട്ട് പാടുന്നു, കൈ കൊട്ടുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവരവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ രക്ഷിക്കണമേ, ഞങ്ങളുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ രക്ഷിക്കണമേ, അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് കർത്താവ് ക്ഷമിക്കണമേ, അവർക്കൊരു ദോഷവും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന ഇവർ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥന കേട്ടിട്ട് അതിശയം തോന്നി. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കേൾക്കുന്നത്. ഒരു ക്രിസ്ത്യാനി പോലും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടില്ല. എടാ, ഇതെന്തൊരു പ്രാർത്ഥനയാ! എടാ, ശത്രുക്കളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ശത്രുക്കൾക്കൊരു ദോഷവും വരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അവന്റെ തല കാണല്ലേ, അവനെ വണ്ടി ഇടിച്ച് ചത്തുപോണേ, അല്ലെങ്കിൽ കയ്യും കാലും ഒടിയണമേ, ഞങ്ങൾ ഇന്ന് നേർച്ച തന്നേക്കാം, അവനെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞാണ് സാധാരണ പറയാറുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനയും ഇങ്ങനെയുള്ള നശിപ്പിക്കുന്ന ദൈവങ്ങളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയോട് ചേർന്നിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇവര് പാട്ട് പാടും പ്രാർത്ഥിക്കും, പാട്ട് പാടും പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് ജനത്തിന് മുഴുവൻ പ്രാർത്ഥിച്ചു, ഇന്ത്യക്കാർക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചു, പാകിസ്ഥാൻകാർക്ക് വേണ്ടി, ചൈനക്കാർക്ക് വേണ്ടി, ലോകരാജ്യങ്ങളിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചു. ഇവരെല്ലാം അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇവരുടെ പാട്ടിനനുസരിച്ച് കൈത്താളം കൊട്ടിക്കൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു. യേശുവേ, എന്നെ രക്ഷിക്കണമേ, യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്നറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുവാൻ തുടങ്ങി. എനിക്കറിയത്തില്ല യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണെന്ന് അറിയത്തില്ല. ഞാൻ ഈ കരയാനുള്ള കാരണം, എൻ്റെ കയ്യിൽ പണമില്ലാതെ എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവം രക്ഷിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇവരോടിരുന്ന് പ്രാർത്ഥിച്ച് യേശുവേ, എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഈ സമയം ആ മനുഷ്യൻ, ആ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്നതായ അച്ചായൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഹൃദയത്തിലെ ഭാരം പ്രയാസം എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല, അവിടുന്ന് സകലതും അറിയുന്ന ദൈവമാണല്ലോ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങ് മാത്രമാണ് ജീവനുള്ള ദൈവം, അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന് ഈ പ്രിയ സഹോദരൻ വിശ്വസിക്കേണ്ടതിന് ഒരു അടയാളം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും പ്രാർത്ഥനയിൽ ആയിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ കൊട്ടിക്കൊണ്ടിരുന്ന എൻ്റെ കൈ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഈ കൊട്ടിക്കൊണ്ടിരുന്ന കൈ പൊരുത്തി പിടിച്ചു. ഈ സമയത്ത് ഭയങ്കരമായ ഒരു തീഗോളം സ്വർഗത്തിൽ നിന്ന് പമ്പരം പോലെ ഇറങ്ങി വരുന്നത് ഞാൻ എൻ്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനിടയായി. എല്ലാവരും കണ്ണടച്ച് പാട്ടുപാടി ആരാധിക്കുന്ന സമയം ആ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്നതായ അച്ചായൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ നമ്മുടെ മധ്യത്തിലോട്ട് വലിയൊരു പ്രകാശം കടന്നു വരുന്നു, അതെങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല
എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തീഗോളം, എന്റെ മുമ്പിൽ നിൽക്കുന്ന തീഗോളം എന്റെ അടുക്കലേക്ക് വരാതിരിക്കുവാൻ ഞാൻ 2 കൈകൊണ്ട് ഈ തീഗോളത്തെ ഇങ്ങനെ തടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ പ്രകാശം എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല എന്ന് പറയുകയും എന്റെ മുമ്പിൽ നിന്നതായ തീഗോളം നേരെ എന്റെ തലയുടെ മുകളിലേക്ക് നീങ്ങിയിട്ട് അത് എന്റെ തലയിലേക്ക് ഒരു 1.5 ടൺ വെയിറ്റ് വന്നിരിക്കുന്ന ലാഘവത്തോടെ അങ്ങോട്ട് ഇരുന്നു. ഞാൻ ഉറക്കെ അങ്ങോട്ട് അലറി, പിശാച് അലറുന്നത് പോലെ അലറി. കണ്ണിൽ നിന്ന് കണ്ണുനീരും വായിൽ നിന്ന് തുപ്പലും മൂക്കിൽ നിന്ന് വെള്ളമൊക്കെ ചാടി. എന്റെ മുഴുവൻ ആരോഗ്യമെടുത്ത് ഈ കുരുത്തി പിടിച്ചിട്ട് ഞാൻ കൈ അഴിക്കാൻ നോക്കിയിട്ട് അഴിയുന്നില്ല. ഈ 2 കൈ കൊണ്ട് ഞാൻ എന്റെ കണ്ണും മൂക്കും വായും കൂടെ വെച്ച് എന്നെ തന്നെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ മുഖത്ത് വെച്ച് അങ്ങ് തേച്ച് വൃത്തികേടായി. ഉള്ളിൽ എന്റെ നല്ല ബോധമുണ്ട്, അയ്യോ നാണക്കേടാണല്ലോ, വൃത്തികേടാണല്ലോ, ഇനി എങ്ങനെ ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് അവര് കണ്ണു തുറന്ന് നോക്കി. എന്നിട്ട് ഇവരെല്ലാരും കൂടി എഴുന്നേറ്റ് എന്റെ ചുറ്റും വട്ടം കൂടി നിന്ന് അങ്ങോട്ട് ആരാധിക്കുവാൻ തുടങ്ങി. അപ്പൊ എനിക്കിന്നത് ആരാധനയെന്നൊന്നും അറിയത്തില്ല. ഇവരങ്ങോട്ട് സന്തോഷിച്ച് തുള്ളുന്ന കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ വിചാരിച്ചു, എന്റെ ഈ കൈ ഒന്ന് അഴിഞ്ഞായിരുന്നെങ്കിൽ, ഞാൻ അല്പം നിൽക്കാനൊക്കെ പഠിച്ചിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ഈ കൈ ഒന്ന് അഴിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാർക്കെല്ലാം എഴുന്നേറ്റ് ചെവിക്കരണം തീർത്ത് 2 അടി കൊടുത്തിട്ട് പോകാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കൈ ഒന്ന് അഴിഞ്ഞിട്ട് വേണ്ട ഈ അഭ്യാസം കാണിക്കാൻ, പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദൈവദാസൻ അവിടെ ഇരുന്നവർ പറഞ്ഞു, ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങളും, സകല ആഭിചാരത്തിന്റെ കെട്ടുകളും, സകല മുസ്ലിമിന്റെ ബന്ധനങ്ങളും, സകല അന്യ ആരാധനാ ശക്തികളുടെ അവകാശങ്ങളും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ ശരീരം വിട്ടുപോകട്ടെ എന്ന് അവിടെ ഇരുന്ന് കൈ ഉയർത്തി, എന്റെ നേരെ കൈ ഉയർത്തി പറയുന്ന സമയത്ത് എന്നെ പുറകോട്ട് പൊക്കിയെടുത്ത് ഈ ഗോഡൌണിൽ അരിച്ചാക്ക്, സിമന്റ് ചാക്ക് 2 പേരൊന്ന് മൂലക്കെടുത്ത് എറിയുന്നത് പോലെ പുറകിലെ വാതിലിന്റെ അവിടേക്ക് പൊക്കിയെടുത്ത് എറിഞ്ഞിട്ട് ഈ പിശാചുക്കൾ എന്നെ വിട്ടുപോയി. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു, അയ്യോ ഇവിടെ വരണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്റെ നടുവും ഒടിഞ്ഞു പോയല്ലോ എന്ന് കരുതി ഞാൻ അവിടെ കുറെ നേരം കിടന്നു. അപ്പോൾ അതിലാരോ വന്നോട് ചോദിച്ചു, പിടിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും നേരം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഇവന്മാർക്ക് ആർക്കും പിടിക്കണ്ടായിരുന്നു, ഇപ്പോൾ നടു ഒടിഞ്ഞപ്പോഴാണോ പിടിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനല്ല പറഞ്ഞത്, എന്നിൽ വ്യാപരിക്കുന്ന ആ പിശാചുക്കാ പറഞ്ഞത് ഞാൻ പൊയ്ക്കോളാമെന്ന്. അങ്ങനെ ആ പിശാചുക്കൾ വിട്ടുപോയി. ഞാൻ അവിടെ കിടന്ന എന്റെ അഭ്യാസ മുറകൾ ഞാൻ നോക്കി, എന്റെ കാലിന്റെ തള്ളവറിൽ വലിച്ചു നോക്കി അനക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. കൈയുടെ തള്ളവറലുകൾ വലിച്ചു അനക്കി നോക്കിയപ്പോൾ ഒടിവൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചാടി എഴുന്നേറ്റ്, ഞാൻ ഈ സൂര്യ നമസ്കാരമൊക്കെ നല്ലപോലെ ചെയ്യുന്ന, എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് ഇവർ ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നത് കേട്ടു. ഞാനും കേട്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ്, ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അവിടോട്ട് മുട്ടുകാലിലിരുന്ന് എന്റെ മുഴുവൻ ശബ്ദമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു 3 ഹല്ലേലൂയ എന്റെ മുഴുവൻ ശബ്ദമെടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അവരെല്ലാം ചെവി പൊത്തി വാ പൊത്തി പേടിച്ചു. കാരണം അറബികൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഈ ശബ്ദം അവിടെ എല്ലാം കേൾക്കുന്ന തരത്തിൽ കൂടെ ഞാൻ പറഞ്ഞത്. ആരും ഇത്ര ഉച്ചത്തിൽ അത് പറഞ്ഞിട്ടില്ല. അവരെല്ലാം പേടിച്ചു. പെട്ടെന്ന് അവരെന്നോട് ചോദിച്ചു, ഒരു 5 മിനിറ്റ് സമയം, ആരെങ്കിലും വരുമോ, പോലീസ് വരുമോ എന്നൊക്കെ പേടിച്ച് അവരെല്ലാം ഇരുന്നു. എന്നോട് ചോദിച്ചു എന്തോ പറ്റി? ഞാൻ പറഞ്ഞു, ഒരു തീ ഇറങ്ങി വന്നു, അതെന്റെ തലയിൽ ഇരുന്നു, എനിക്ക് അത്ര മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, യേശു ക്രിസ്തു നിങ്ങളുടെ സകല ബന്ധനങ്ങളും അഴിച്ചിരിക്കുകയാ. യേശു ക്രിസ്തു നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുകയാ. ഈ ദൈവം ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എത്രയോ ക്ഷേത്രങ്ങളിൽ, എത്രയോ പുണ്യസ്ഥലങ്ങളിൽ, എത്രയോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ലളിതാ സഹസ്രനാമവും ജ്ഞാനപ്പാനയൊക്കെയും ബൈഹാർട്ട് ചൊല്ലി മണിക്കൂറുകൾ നിന്ന് ചൊല്ലിയിട്ടും എന്റെ രോമത്തിന് പോലും ഒരു ചലനം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് ദൈവശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ദൈവമാണ്, ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ ദൈവത്തെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നു, മറ്റേടത്ത് 45,000 രൂപയാ കൊട്ടേഷൻ പറഞ്ഞേക്കുന്നത് രക്ഷിക്കാൻ. ഇവരിനി എത്രയാണ് ഇതിന് പൈസ ചാർജ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇനി ചാർജ് അറിഞ്ഞിട്ടല്ലേ വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചു, അതിന് എന്ത് ചെലവ് വരുമെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, അയ്യോ ഇതിനൊരു ചെലവുമില്ല. എല്ലാവരും കൂടെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതിനൊരു ചെലവുമില്ല. അപ്പോഴത്തെ ആക്ഷനൊക്കെ ഒന്ന് കാണേണ്ടുന്നത് തന്നെയാ. ഞാൻ വളരെ ഭവ്യതയോടും വളരെ പരിതാപത്തോടെയാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് രക്ഷപ്പെടണം, പക്ഷെ എന്റെ കാശില്ല,
അതിന് രക്ഷപ്പെടാൻ ഇതിന് എന്ത് ചെലവ് വേണം? 45,000 മറ്റേടത്ത് കൊട്ടേഷൻ പറഞ്ഞേക്കുന്നിടത്ത് ഇവിടെ യേശു കർത്താവ് ചെലവില്ലാതെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ക്രിസ്ത്യാനി പോലും എന്നോട് സുവിശേഷം അറിയിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെലവ് വരും? പറയോ, ഇതിനൊരു ചെലവുമില്ല. യേശുവിനോട് പറയുക, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാകുന്നു. അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞ നിമിഷം വരെയും എന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പിഴകളും എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ മകനായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എന്റെ സകല തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ മകനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്നു മുതൽ അങ്ങയെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങയെ എന്റെ ദൈവമായി ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുകൊള്ളുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് ചെലവൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എത്ര തവണ വേണേലും പറയാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഒരു തവണ പറഞ്ഞാൽ മതി. ആ നിമിഷം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു. ഞാൻ എന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് പോലെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല എന്റെ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് ഒരു നാളും എടുക്കയില്ല നരളി ചെയ്ത ആ ദിവ്യ സമാധാനം ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് മനസ്സിലായി, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ തീർച്ചയായിട്ടും കർത്താവേ, ഇന്നു മുതൽ അങ്ങേ അല്ലാതെ ഒരു അന്യ ദൈവങ്ങളെ ഞാൻ വിളിക്കുകയില്ല. മറ്റൊരു ദൈവങ്ങളുടെ നാമം എന്റെ നാവിന്മേൽ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ എടുക്കുകയില്ല, വിളിച്ചപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് ഞാൻ കടന്നുപോയി. എന്നോട് പറഞ്ഞു, ഇന്നു മുതൽ ഒരാഴ്ചക്കാലം യേശുക്രിസ്തുവിനോട് മാത്രം ഒന്ന് പ്രാർത്ഥിക്ക്. യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. ഞങ്ങളും പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനോട് മാത്രം ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടുന്ന രീതി എന്നോട് പറഞ്ഞു. ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളതായ പകയോ പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണം, അവരോട് ക്ഷമ ചോദിക്കണം, അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ഉപദ്രവിച്ച ഏകദേശം 33 പേരുടെ പേര്, എനിക്ക് നഷ്ടമുണ്ടാക്കിയ 33 പേരുടെ പേരെഴുതി ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് അവരുടെ നമ്പറും അഡ്രസ്സും ഒക്കെ, അറിയാവുന്നവരുടെയൊക്കെ അഡ്രസ്സും ഒക്കെ എഴുതി അവരെ കൊന്നിട്ട് ഞാനും ചാകുവാൻ വേണ്ടി നടക്കുന്ന ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അന്ന് വൈകിട്ട് ഞാൻ റൂമിൽ പോയി ഈ മനുഷ്യരെ മുഴുവൻ വിളിച്ചു, ടെലിഫോണിൽ വിളിക്കാവുന്നവരെ വിളിച്ചു. അവരോട് പറഞ്ഞു, സഹോദര, ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. നിങ്ങൾ മുഖാന്തരം എനിക്കുണ്ടായതായ സകല വിഷമതകളും പ്രയാസങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഞാൻ മുഖാന്തരം നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ ക്ഷമ ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അനേക നാളുകളായിട്ട് ഉറക്കമില്ലാതിരുന്ന ഞാൻ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങി. അനേക നാളുകളായിട്ട് എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങി. അടുത്ത പ്രഭാതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ഞാൻ പതിവ് എൻ്റെ ദിവസവും രാവിലെ 1 മണിക്കൂർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പൂജകളും വഴിപാടുകളും ചെയ്തതിന് ശേഷം മാത്രമേ, ആരതി ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ബെഡ് കോഫി പോലും കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ദൈവങ്ങൾ എന്ന് പറയുന്ന അവരെ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ഭിത്തിയില് ഒരു കർട്ടൻ ഇട്ടങ്ങോട്ട് മറച്ചിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിനെതിരെ ഇരുന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് എനിക്കറിയാവുന്ന തരത്തിൽ കൂടെ, യേശുവേ, ഞാൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയ സമയം, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് വരെ ഞാൻ ജീവിച്ചു വന്ന ജീവിത രീതികളെ എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ, ഒരു TV സ്ക്രീൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ സ്ക്രീനിൽ ഞാൻ ചെയ്തു വന്ന സകല പ്രവൃത്തികളും ദൈവം എന്നെ കാണിച്ചു തന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് വചനം പറയുന്നത് പോലെ, ഞാൻ നിന്റെ പ്രവൃത്തികളെ കാണുന്നു, ഞാൻ നിന്റെ പ്രവൃത്തികളെ അറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ചെറുതും വലുതും ഇതെല്ലാം ഇന്ന് TV നമ്മൾ എപ്രകാരം കാണുന്നു അതുപോലെ റെക്കോർഡഡ് ആണ് ദൈവസന്നിധിയിൽ നിന്നുള്ള കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ ശ്രോതാക്കൾ, പ്രേക്ഷകർ, അത് ഓർക്കാതിരിക്കരുത്. പാപം പറഞ്ഞ് ഉപേക്ഷിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകിയാൽ ആ യേശുക്രിസ്തുവിനോട് നമ്മുടെ എല്ലാ പാപങ്ങളും പറഞ്ഞ് ഉപേക്ഷിച്ച്, ദൈവവചനം പറയുന്നത് പോലെ നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുകയും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞുപോലെ ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം
നമുക്ക് അനുകൂലമായിരുന്ന് നമ്മുടെ വഴികളെ, നമ്മുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തീർത്ത് അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം ഈ സമയം ഓർത്ത് ഹല്ലേലൂയ. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായ കഷ്ടത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ പാപത്തിന് അടിമപ്പെട്ടോ ജീവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് ഏറ്റുപറയുക, യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ ദൈവം ഇന്നു മുതൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ആ പ്രാർത്ഥന കഴിഞ്ഞ ആ സ്ക്രീനിലെല്ലാം കാണിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്റെ അറിയായ്മ കൊണ്ട് സംഭവിച്ചു പോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഏകദേശം 1.5 മണിക്കൂർ സമയം ആ സ്ക്രീനിൽ എന്റെ പാപങ്ങളെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലെ പാപികളിൽ ഒന്നാമനായ മനുഷ്യൻ ഞാനാണ്. ഹല്ലേലൂയ. അന്ന് വരെയും ഞാൻ ജീവിച്ചു വന്നതായ ജീവിത രീതികൾ, ഞാൻ വിശ്വസിച്ചു വന്നതായ ദൈവങ്ങൾ എന്ന് പറയുന്ന ശക്തികൾ, ഞാൻ കൊടുത്ത നേർച്ചകൾക്ക്, നിറവറകൾക്ക്, വഴിപാടുകൾക്ക് പ്രതിവിധിയായി എനിക്ക് അനുഗ്രഹമെന്ന് തോന്നിയിരുന്നതായ ജീവിതം, അത് പാപത്തിന്റെ വഴികളായിരുന്നു എന്നുള്ള ബോധം എനിക്ക് വന്നിട്ട് ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഇനിമേലാൽ ഞാൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം കർത്താവേ എന്നെ കാക്കണമേ, സൂക്ഷിക്കണമേ, അങ്ങയുടെ വഴിയിൽ നടപ്പാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വലിയ സമാധാനം എനിക്ക് ലഭിച്ചു. പെട്ടെന്ന് തന്നെ എനിക്കൊരു പരിസരബോധം എനിക്ക് പെട്ടെന്ന് വന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, എനിക്ക് കടഭാരമുണ്ട്, പ്രയാസങ്ങളുണ്ട്, എൻ്റെ കടഭാരങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കാം എന്ന് കരുതി ഞാൻ എൻ്റെ ഫോണ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയം തന്നെ എനിക്ക് ഫോണിൽ ഒരു കോൾ വന്നു. കുമാർ വാ, വന്ന് നിന്റെ പൈസ വാങ്ങിക്കൊണ്ട് പോ എന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ കോൾ വന്നു. അതായത് 5000 രൂപ കൊടുത്ത് മോതിരം ഇട്ടുകൊണ്ട് പോയാൽ ചിലപ്പോൾ 15 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞതായ ആ പൈസ കർത്താവ് എന്റെ ബന്ധനം അഴിച്ചപ്പോൾ ആ പൈസ തരാനുള്ള വ്യക്തി എന്നെ വിളിച്ചു തന്നു. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് പോലെ ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാരൻ കുടിച്ചു കളയാൻ സമ്മതിക്കുകയില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആ പണം എനിക്ക് ലഭിക്കുവാൻ ഇടയായി. എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. അതിനുശേഷം ഞാൻ ദൈവവുമായി തീരുമാനമെടുത്തു. ഈ വേദവാക്യം വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വേദപുസ്തകം വായിച്ച് പെട്ടെന്ന് എനിക്ക് വേദപുസ്തകം വായിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിലെ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്നു എന്നൊരു വാക്യം എന്റെ ഹൃദയത്തെ ഉടക്കി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ കണ്ട ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്റെ സുഹൃത്തുക്കൾ അനുഗ്രഹിക്കപ്പെട്ട് കിടക്കുന്നതിന്റെ കാരണം ഇവർ കള്ളു കുടിക്കുന്നത് കൊണ്ടും ഇവരുടെ കയ്യിലുള്ള പൈസയുടെ വലിപ്പം കൊണ്ടോ അല്ല. ഇവരുടെ പിതാക്കന്മാരായ ആരോ ഈ ദൈവവചനം അനുസരിച്ചപ്പോൾ ദൈവം അവരോട് ചെയ്ത ഒരു വാഗ്ദത്തം ഈ തലമുറയുടെ മുകളിൽ കിടപ്പുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വന്നു. ഞാൻ അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ, ഇന്നു മുതൽ അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചു കൊള്ളാം, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടാത്ത ക്രിസ്തുവിനെ എനിക്ക് വേണം. ഈ ക്രിസ്ത്യാനി എന്നോട് പറയാത്ത സുവിശേഷം ഞാൻ അവരോട് പറയും. ഈ ക്രിസ്ത്യാനി എന്നോട് പറയാത്ത സുവിശേഷം എന്നെ പോലെ അറിയാതെ കിടക്കുന്ന എന്റെ ജനത്തോട് ഞാൻ അറിയിക്കും. അതുകൊണ്ട് കർത്താവേ നിന്നെ ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഈ വേദപുസ്തകം എന്റെ നെഞ്ചത്ത് വെച്ച് ഒരു തോർത്ത് വെച്ച് ഞാൻ അങ്ങ് കെട്ടി. 15 ദിവസം കൊണ്ട് ഈ വേദപുസ്തകം മുഴുവനായി മൊത്തം ഒരു തവണ വായിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. വായിച്ച വചനമൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വായിക്കുന്ന തിരുവെഴുത്തുകളൊന്നും എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്, എന്റെ നാവിൻ തുമ്പിൽ തരണം. അതെന്റെ ദൈവം ആവശ്യമുള്ളിടത്ത് സംസാരിപ്പാൻ തക്കവണ്ണം അതെന്റെ ഹൃദയത്തിലും എന്റെ നാവിൻ തുമ്പിലും തന്നു. അതിനുശേഷം ഞാൻ ഒരു ബുക്ക് വാങ്ങി, ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട്, ഒരു 500 പേജിന്റെ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് അതിനകത്ത് ഈ ബൈബിളിലെ കാര്യം എഴുതി മനോരമയിൽ പ്രസിദ്ധം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങി. കാരണം ഇതാർക്കും അറിയത്തില്ലല്ലോ, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് ഈ ബൈബിൾ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി. ഒരു ബുക്ക് തീരാറായപ്പോൾ എന്നോട് ആ രക്ഷാനുഭവത്തിലേക്ക് നടത്തിയ ദേവദാസൻ വന്ന് എന്നെ ബുക്ക് കണ്ടിട്ട് പറയൂ, എന്തുവാ ബ്രദറെ ഇതെല്ലാം എഴുതിയേക്കുന്നത്? ഇതെല്ലാം ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം, ആരും അനുസരിക്കുന്നില്ല, ആരും അറിയത്തില്ല, ബൈബിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെന്താ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇവര് ചെയ്യാത്തത്? ഹല്ലേലൂയ, അത് അവര് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ബ്രദർ ഈ ബൈബിൾ അനുസരിക്കുക, ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. ദൈവം അന്ന് മുതൽ എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഞാൻ പറയട്ടെ,
45,000 രൂപ കൊടുത്ത് പൂജ ചെയ്താൽ എന്നോട് പിണങ്ങിയിരിക്കുന്ന ദൈവങ്ങളെ എനിക്ക് ഇണക്കി തന്ന് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് മന്ത്രവാദി പറഞ്ഞ സ്ഥാനത്ത് യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് മനസ്സിലായി, ദൈവത്തിന് ജാതിയോ മതമോ മുഖപക്ഷമോ ഇല്ല. തന്നിൽ ആശ്രയിക്കുകയും തന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഏവർക്കും രക്ഷ സൗജന്യമായി നൽകുന്ന ദൈവം. മെഴുകുതിരി വേണ്ട, വെടി വേണ്ട, പടക്കം വേണ്ട, എണ്ണ വേണ്ട, കർപ്പൂരം വേണ്ട, തേങ്ങ വേണ്ട, മാങ്ങ വേണ്ട, പൂ വേണ്ട, പൂക്കല വില വേണ്ട, പാല് വേണ്ട, പഴം വേണ്ട, യാതൊരു ചില്ലിക്കാശിനും ചെലവില്ലാതെ നമ്മളെ തന്നെ അങ്ങ് കൊടുക്കാമോ? ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അന്നു മുതൽ ഞാൻ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 15 ദിവസം കഴിഞ്ഞപ്പോൾ, 15 ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ വായിച്ചെടുക്കും. അപ്പോസ്തലനായ പൗലോസ് കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചു എന്നൊരു വാക്യം അതിനകത്ത് എന്നെ ഉടക്കി. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഞാൻ കൂലിപ്പണി ചെയ്താലും ജീവിച്ചോളാം. എനിക്ക് എന്റെ കുടുംബത്തെ പോറ്റുവാൻ ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് ഒരു അറബിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ആ ഇബ്രാഹിമിന്റെ അടുക്കിലേക്ക് പോകുവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ദൈവത്തോടെ പറഞ്ഞു, കർത്താവേ, അവൻ എന്നെ കണ്ട പോലീസിൽ പിടിച്ചു കൊടുക്കും. ആ അറബിക്ക് ഞാൻ കുറെ പൈസ കൊടുക്കും. ഞാൻ ആ അറബിയെ കൊണ്ടൊരു വർക്ക് ചെയ്യിച്ചിട്ട് ആ വർക്കിന്റെ പൈസ വന്നപ്പോൾ എന്റെ സ്പോൺസർ ആ പൈസ വാങ്ങിച്ചെടുത്തു. ഈ അറബിക്ക് കൊടുത്തില്ല. ആ അറബി എന്നോടാണ് പൈസ ചോദിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് അവനെ അറിയത്തില്ല, എനിക്ക് അറബിയെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തുള്ളൂ, നീ എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞ് എന്നെ വളരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവൻ എന്നെ കണ്ട പോലീസിൽ പിടിച്ചു കൊടുക്കും. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദൈവ ശബ്ദം എന്റെ കാതുകളിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാത് തുറന്നാൽ, അവന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ അവൻ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന വഴികൾ അവൻ നമ്മളെ ഉപദേശിക്കും. ഹല്ലേലൂയ. അവന്റെ വാക്കിന് നമ്മൾ പോയാൽ, ഹല്ലേലൂയ, അവൻ നമ്മളെ ഒരു നാളും ഒരു ദോഷത്തിനും വിടാതെ കൊണ്ട് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മളെ സമർപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കുന്ന വഴി. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാന് പറഞ്ഞു, കർത്താവേ, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ 3:30 മണിയായപ്പോൾ തന്നെ ആ അറബിയുടെ അടുക്കിലേക്ക് പോയി. അദ്ദേഹം ദൂരെ നിന്ന് എന്നെ കണ്ടിട്ട്, കുമാർ വാ, ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, നീ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കാനല്ലേ? അല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല കുമാർ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തിനേറെ പറയുന്നു, ആ മനുഷ്യന്റെ ഒരു വലിയ ഫർണിച്ചറിന്റെ ഷോറൂം, അനേക നാളുകളായി അദ്ദേഹം പണിതിട്ടിരുന്ന ഫർണിച്ചറിന്റെ ഒരു വലിയ കൂമ്പാരം, ഒരു ഷോറൂം, ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചറുകൾ അവിടെ പണിതിട്ടുണ്ട്. പക്ഷെ കച്ചവടമില്ലാതെ കിടക്കുക. ഇദ്ദേഹത്തിന് ഇത് ആരെങ്കിലും വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും ഏൽപ്പിച്ചുവിട്ട് അദ്ദേഹത്തിന് ജോലിക്ക് പോകണം. അപ്പം അവിടെ ഉത്തരവാദിത്തമായിട്ട് നിന്ന് ചെയ്ത് ആ ബിസിനസ് ചെയ്യാൻ അദ്ദേഹം എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഞാൻ കാശ് കൊടുക്കാനുള്ള എന്നെയാണ് അദ്ദേഹം വിശ്വസ്തനായിട്ട് കണ്ടത്. ദൈവം ഒരുത്തന്റെ ഹൃദയത്തെ അനുകൂലമാക്കിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, അതാർക്കും തടുക്കാൻ പറ്റത്തില്ല. ദൈവം അനുകൂലമായിട്ട് വന്നാൽ പ്രതികൂലം നമുക്കാരാ? അവൻ എന്നോട് പറഞ്ഞു, കുമാർ, ഞാൻ നിനക്ക് എന്റെ ഈ ഫാക്ടറി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാ. നീ ഇവിടെ ഇരുന്ന് എന്റെ ഈ സാധനങ്ങൾ വിറ്റിട്ട് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം എനിക്ക് തരിക, ലാഭം നീ എടുത്തു, ഞാൻ നിനക്ക് ശമ്പളം തരത്തില്ല എന്ന് പറഞ്ഞു. അതൊരു നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. വെറുതെ കിട്ടുന്നതല്ലേ, എടുക്കാം. അങ്ങനെ ഞാൻ ആ എഗ്രിമെന്റ് ഉണ്ടാക്കി ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്തു. ദൈവം അതിൽ നിന്ന്, എന്തിനു പറയുന്നു, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ഫർണിച്ചറിന്റെ പൊടിയെല്ലാം തട്ടിക്കൊടങ്ങുന്നു. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരെ കാവിൽ കൽപ്പിച്ചാക്കുന്നു പറഞ്ഞ് ആ വർക്ക്ഷോപ്പിന്റെ ആ കടയുടെ മുമ്പിൽ ദൂതന്മാരുടെ കാവലൊക്കെ കൽപ്പിച്ചാക്കി ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ആ കടയിൽ ആൾക്കാർ കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നു. ആ ദേശത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റി. എന്തിനു പറയാനാ, മറ്റേ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് വിൽക്കുന്ന സാധനത്തിന്റെ പ്രോഫിറ്റ് എനിക്കും അദ്ദേഹത്തിന് സാധനത്തിന്റെ പൈസയും അങ്ങനെ കിട്ടി. ജോലിക്കാരുടെ ശമ്പളവും ഞാൻ കൊടുക്കും. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കൊണ്ട്
അതിൽ കിടന്ന മുഴുവൻ ഫർണിച്ചറുകൾ വിൽക്കുവാനും പുതിയ ഓർഡറുകൾ ലഭിക്കുവാനും ആ കാലയളവിൽ ഏകദേശം 1.5 കോടി രൂപയുടെ കടബാധ്യതകൾ തീർക്കുവാൻ ദൈവം എനിക്ക് സഹായം ചെയ്തു. എൻ്റെ ജീവിതകാലം മുഴുവൻ കിടന്ന് അധ്വാനിച്ചാൽ കിട്ടാത്ത ഒരു നന്മ എൻ്റെ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് കുറിവാക്യം വായിച്ചതുപോലെ ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. അതിനുശേഷം വേറെ ഒരു അലൂമിനിയത്തിന്റെ ഫാക്ടറി കൂടെ ദൈവം എനിക്ക് നൽകി തന്നു. ആ കാലയളവിൽ അനേക ദൈവദാസന്മാർ, വിസിറ്റിങ്ങിന് വന്ന ദൈവദാസന്മാർ, ഏകദേശം 150-ൽ പരം പാവപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് വന്നവരെയൊക്കെയും കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം എനിക്ക് സഹായം ചെയ്തു. ഹല്ലേലൂയ. ദിവസവും ഞാൻ ക്യാമ്പുകളിൽ പോയി സുവിശേഷം അറിയിക്കും. സുവിശേഷം അറിയിച്ചിട്ട് ആ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ക്യാമ്പിലെ ആ സഹോദരന്മാർ പറയും, അയ്യോ ഞങ്ങൾക്ക് വൈകിട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ പറയും, നിങ്ങൾ വാ, കടന്നു വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പക്ഷെ സ്നാനപ്പെടാൻ എനിക്ക് മടിയായിരുന്നു. അങ്ങനെ പലപ്പോഴും എൻ്റെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളൊക്കെ കർത്താവിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ കൽപ്പനകളെ പറഞ്ഞതുപോലൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ സ്നാനപ്പെടുന്നത് മതം മാറാനല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് ആ സ്നാനത്തെക്കുറിച്ചുള്ള വചനങ്ങൾ, ഇപ്പോൾ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടുള്ളതല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ അവനോട് കൂടെ സ്നാനമേറ്റിരിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തുവിനോട് കൂടെ ചേരണമെങ്കിൽ സ്നാനമേൽക്കണം എന്നെനിക്ക് മനസ്സിലായി. തന്നെയുമല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് ശക്തയോടെ ഇടപെട്ടു. അല്ലല്ലേ? അതുപോലെ തന്നെ യേശുക്രിസ്തു കുഞ്ഞായിരുന്നപ്പോൾ അന്നത്തെ മതാചാര പ്രകാരം ആ മാതാപിതാക്കൾ കൊണ്ടുപോയി ആ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ആ പാരമ്പര്യ കർമ്മങ്ങൾ, അതായത് കുറുപ്രാവുമായി പോയി പരിച്ഛേദന കഴിച്ചതായിട്ടും അതിനുശേഷം 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു തന്റെ പരീക്ഷന്മാരോടും ന്യായശാസ്ത്രിമാരോടും ഈ ന്യായം വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നതും, അതിനുശേഷം യേശു മാതാപിതാക്കൾക്ക് അധീനപ്പെട്ട് ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ യോർദാൻ നദിയിൽ അനേകരെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും അവിടെ വന്നു. എനിക്ക് സ്നാനമേൽക്കണമെന്ന് യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, എന്നാറെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? അപ്പോൾ യോഹന്നാൻ അപ്പോൾ യേശു ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുക നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവൻ സമ്മതിച്ചു. അവർ ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങി യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ യേശു ബാലനായിരുന്നപ്പോൾ മാതാപിതാക്കൾ പരിച്ഛേദന കഴിപ്പിച്ചു. 12-ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരോട് തർക്കിച്ചു വാദിച്ചു. മാതാപിതാക്കൾക്ക് അധീനപ്പെട്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനമേൽക്കുകയും യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് ഒരു വാക്യം കണ്ടു. അപ്പോൾ യേശു പിന്നെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല. ശിഷ്യന്മാർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പൊ യേശു ഇതെല്ലാം ചെയ്യുകയും അത് ചെയ്യാൻ ആഹ്വാനം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്നാനം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവേ, നിന്നോട് ചേരുവാൻ ഞാനും സ്നാനമേൽക്കുന്നു. എൻ്റെ പഴയ പാപിയായ മനുഷ്യനെ, പാപമുള്ള മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ അടക്കം ചെയ്യുന്നതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ഞാൻ 2000 ജനുവരി 25-ാം തീയതി ഞാൻ ജലത്തിൽ മുഴുവൻ സ്നാനമേറ്റു. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് മുതൽ അപ്പോൾ തന്നെ എനിക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞു. കർത്താവിന്റെ ആത്മാവിന്റെ മേൽ വന്നു എന്നുള്ള മനസ്സിലായി. അപ്പോൾ വാക്യം ഇങ്ങനെ പറയുന്നു,
ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ആ ബോധം എനിക്ക് വന്നു. എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ഈ അഭിഷേകം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനാണ്. അഭിഷേകമുള്ള ഒരു വ്യക്തി നിശ്ചയമായിട്ടും മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചിരിക്കും. അഭിഷേകമുള്ള വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുകയും സുവിശേഷം പറയാതിരിക്കുകയും ചെയ്യുന്നവൻ, ഹല്ലേലൂയ, അത് ഒരിക്കലും അതൊരു ശരിയായ അഭിഷേകമല്ല. സുവിശേഷത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും നമ്മൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കും. ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാട്ടിൽ വലുതാണെന്ന് ഓർത്ത് നമ്മൾ ആത്മാക്കളെ നേടുക. നമ്മൾ പണമുള്ളവരെ അല്ല നോക്കേണ്ടത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഒന്നും കൂടി അവരുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ. ദൈവം അതിന് സുവിശേഷം പറയാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സുവിശേഷം പറയുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്, നമ്മൾ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ, അതായത് ഒരാൾ വിശന്നിരിക്കുന്ന ഒരാളിന്റെ അടുക്കൽ ചെന്നിട്ട്, സഹോദര വിശന്നിരിക്കുകയാണോ, എത്ര ദിവസമായി വിശക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ അദ്ദേഹം പറയും ഒരാഴ്ച കൊണ്ട് വിശന്നിരിക്കുകയാണോ? അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല സഹോദര അത്രയും ദിവസം ഒന്നും ഇരിക്കാൻ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യ്, ഒരു 3 ദിവസം അങ്ങ് ഉപവസിച്ച് പ്രാർത്ഥിക്ക്, ദൈവം വഴി തുറന്നു തരും എന്നല്ല പറയേണ്ടുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും ഇതാകുന്നു എനിക്ക് പ്രസാദമുള്ള കാര്യം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പൊ ശിഷ്യന്മാർ കണ്ണി നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കർത്താവേ, നിന്നെ എപ്പോഴെങ്കിലും വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ നഗ്നനായിട്ടോ രോഗിയായിട്ടോ തടവിലായിട്ടോ ഞങ്ങൾ എപ്പോഴും കണ്ടിട്ടില്ല. ഇവനെ കണ്ടിട്ട് എപ്പോൾ ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ആ പുറത്ത് ചുറ്റു നടക്കുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തിടത്തോളം നിങ്ങൾ എനിക്ക് ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ഈ ലോകത്തിന്റെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരൻ മുട്ടുള്ളവനായി കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയാൽ നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുക. ഹേ വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് മറ്റൊരാളിന് നന്മ ചെയ്യുവാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ഹല്ലേലൂയ. ദൈവവചനം അങ്ങനെയാ പറയുന്നത്. വെറുതെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടന്ന് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കൂടെ ഇന്ന് സുവിശേഷ വേല നടത്തരുത്. ഹല്ലേലൂയ. ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, ഹല്ലേലൂയ തെരുവീഥികളിലൊക്കെ അനേകർ ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരമില്ലാതെ അലയുന്ന ജീവിതങ്ങളുണ്ട്. ആ സ്തോത്രം, ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ സ്തോത്രം ഗ്രാമങ്ങളിലും മറ്റ് ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി ഈ കുടിലുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി ഹല്ലേലൂയ എന്നാലാവുന്നത്, ദൈവം എനിക്ക് തരുന്ന നന്മ, അത് എന്നാലാവുന്നത് ഞാൻ അവിടെ കൊടുത്തുകൊണ്ട് അവരോട് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൗത്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആരുടെയും പ്രതിഫലം ഇച്ഛിച്ചിട്ടോ, ആരെങ്കിലും എനിക്ക് പണം തന്നിട്ടോ, ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ചിട്ടോ കിട്ടിയിട്ടോ അല്ല ഞാൻ പോകുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവരവരുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി നമ്മളത് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ 28 വർഷക്കാലത്തോളം സ്തോത്രം അങ്ങനെ മസ്കറ്റിൽ നിന്ന് ഞാൻ സ്തോത്രം 5 വർഷം അതിനുശേഷം മസ്കറ്റിൽ നിന്നു 2005 നാട്ടിലേക്ക് തിരികെ പോരുവാൻ ഇടയായി. അവിടെ ഞാനൊരു സഹായിച്ച ഒരു സഹോദരൻ തന്നെ എനിക്ക് ദോഷം ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു, എനിക്ക് തിരികെ പോയില്ല. വീണ്ടും 2007 ഞാൻ ദുബൈയിലേക്ക് കടന്നുപോയി. വിസിറ്റിംഗ് വിസയിലാണ് പോയത്. അങ്ങനെ അവിടെ ദുബൈ എമിറേറ്റ്സ് ബാങ്കിൽ എനിക്കൊരു ജോലി കിട്ടി. എന്നാൽ എന്റെ വിശ്വാസത്തിന് നിരക്കാത്ത ഒരു ജോലി ആയതുകൊണ്ട്
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് എന്നെ ഈ ദുബൈയിലേക്ക് അയച്ചത് അങ്ങയുടെ വേല ചെയ്യുവാനാണെങ്കിൽ എനിക്ക് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിപ്പാൻ ഒരു വിസയും താമസിക്കാൻ സൗകര്യവും തരാമെങ്കിൽ ഞാൻ അങ്ങയുടെ വേല ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടിലെ കൂട്ടായ്മയിൽ 2 ഹൈന്ദവ സഹോദരന്മാർ എന്നെ വിളിച്ച് സാക്ഷ്യം പറയുവാനായി കൊണ്ടുപോയി. അവിടെ ചെന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ കാര്യം അവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ ജോലിയുണ്ട്, പക്ഷേ ഗവൺമെന്റ് വിസയാണ്, പക്ഷേ എനിക്കത് താല്പര്യമില്ല, വിശ്വാസത്തിന് നിരക്കാത്തതാണ്, ഞാൻ കള്ളം പറയേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു 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 വിശ്വാസി, ഒരു കുമ്പനാടുള്ള മാത്യൂസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം അവിടെ ദുബൈയിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നു, ഡിജിടെക് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നു. അദ്ദേഹം എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കും, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് അദ്ദേഹത്തെ വളരെ അനുഗ്രഹമായിട്ട് നടത്തുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഖത്തറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, ഖത്തറിൽ എന്തോ ആവശ്യത്തിനായിട്ട് പോയപ്പോൾ ദൈവം അദ്ദേഹത്തോട് ഇടപെട്ടു. എന്നോട് പറഞ്ഞു, ഉദയകുമാർ ബ്രദർ, ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു വിസ തരാം, ബ്രദറിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് സ്വന്തമായിട്ടൊരു വിസ തന്നു. ആ വിസയിൽ തന്നു അവിടെ പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഒരു സാലറി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് മാസം തോറും 30-ാം തീയതി എന്റെ അക്കൗണ്ടിലേക്ക് തരുവാനും അത് എന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ജോലി നഷ്ടപ്പെട്ട് ആൾക്കാര് നാട്ടിൽ പോകാൻ കഴിയാതെ പാർക്കുകളിൽ കൂട്ടം കൂടി കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവരുടെ ഇടയിൽ പോയി. പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുവാൻ എന്റെ കയ്യിൽ സ്വല്പം പൈസ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവര് ആഹാരം കഴിക്കാതെ അവിടെ കിടക്കുകയാ. അപ്പോൾ ഇങ്ങനെ അന്നേരമാണ് എനിക്ക് ഈ വാക്യം ഓർമ്മ വന്നത്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോട് പോയി തീകാര്യം വിഷപ്പെടുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് ചെയ്യാതിരുന്നാൽ ഉപകാരം എന്ത്? അപ്പൊ എന്റെ കയ്യിൽ അല്പം പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ? ഇല്ല. എത്ര പേര് കഴിക്കാനുണ്ട്? അപ്പൊ ആ ഒരു ഇലാക്കയിൽ ഒരു ആന്ധ്രാക്കാരായിട്ടുള്ള ഒരു 10-35 ആൾക്കാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവർ ഹിന്ദി അറിയാം. അവർ പറഞ്ഞു, ഞങ്ങളൊരു 35 പേര് കാണും സാർ. ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാം. ഒരു ഉച്ചയ്ക്ക് ഒരു 3:30 മണി കഴിഞ്ഞ സമയം ഒരു കടയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടക്കാരനോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഒന്നും കഴിക്കാതെ അവിടെ കൂടി നിന്നവരിലെ ആൾക്കാരെല്ലാം അങ്ങനെ ലൈനായി വന്നു. അപ്പൊ ഞാൻ ആ കടക്കാരനോട് വരുന്നവർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 84 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ ആ കടയിലെ ഭക്ഷണം തീർന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. അവർ പറഞ്ഞു, വേണ്ട സാറേ, വൈകിട്ടൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ആ കടക്കാരൻ്റെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് ആ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവർക്ക് വൈകിട്ടും കൂടെ ആഹാരം കൊടുക്ക്, പോരാത്ത പൈസ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ നമ്പറും കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, വളരെ സമ്മതിച്ചു, സന്തോഷമായി. അങ്ങനെ വൈകിട്ട് 120 പേര് പോയി അവിടെ ഭക്ഷണം കഴിക്കാനിടയായി. ഈ 84 പേര് ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ഞങ്ങള് ആ റോള പാർക്കിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ ഈ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലാണ് ഇവർ കിടക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് അവരവരുടെ പ്രയാസങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് അവരുടെ പ്രയാസങ്ങൾ എന്നോട് പറയുവാനും വിഷമങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഇറക്കി വെക്കുവാനും ഇവർക്കൊരു വേദി ഉണ്ടായി. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം സമയം ഞാൻ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാനും ഒരു സമയത്ത് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മസ്കറ്റിൽ അലഞ്ഞു നടന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എനിക്ക് രക്ഷയായി എനിക്ക് രക്ഷകനായി കടന്നു വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യനെ എൻ്റെ അടുക്കൽ വന്നു. ഇന്ന് അതുപോലെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുക. അന്ന് എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, നിങ്ങളെ രക്ഷിക്കും. നമുക്ക് ആ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന്റെ പേര് യേശുക്രിസ്തു എന്നാകുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ആ സഹോദരന്മാർ, അവിടെ കൂടിയിരുന്ന ഏകദേശം 350ഓളം ആൾക്കാർ അന്നേരം കൂടി എന്റെ ചുറ്റും വട്ടത്തിലിരുന്ന ആ മനുഷ്യർ എന്നോട് ഒന്നിച്ച് പറഞ്ഞു, സാർ ഹമാരെ ലിയെ പ്രാർത്ഥനാക്കാരോ. ഹല്ലേലൂയ. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതുകൊണ്ട് ആ ആത്മാക്കളെ നേടുവാൻ എനിക്കിടയായി. അന്ന് വൈകിട്ട് അവർ പോയി ഭക്ഷണം കഴിച്ചു. രാത്രിയില് എൻ്റെ കൂടെ വന്ന 2 സഹോദരന്മാരെ ഇത് റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനത്തിലേക്ക് ഈ കാര്യം അവതരിപ്പിച്ചു. അവരുടനെ തന്നെ അനൗൺസ് ചെയ്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെയും ആൾക്കാർ അവരെ വിളിച്ച കാര്യം അന്വേഷിച്ചു. എവിടെ കിടക്കുന്നു? ഞങ്ങൾ 50 പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവരാം, കൊടുത്തു വിടാം. ഇന്ന കടയിൽ ചെന്ന് പറഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നാട്ടിൽ പോകാനുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കാം, ജോലി വേണ്ടവർക്ക് ജോലി കൊടുക്കാം. അത് ഒരു തുടക്കം, ഒരു മുഖാന്തരമായി അങ്ങനെ ദൈവം എന്നെ അവിടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കി. അങ്ങനെ എന്തിനു പറയുന്നു, അത് അടുത്ത ദിവസം ഏഷ്യാനെറ്റിന്റെ TV-ക്കാര് ഈ വാർത്ത കേട്ടിട്ട്
എന്നെ വിളിക്കുവാൻ ഇടയായി. പാസ്റ്റർ, നമ്മൾ അവിടോട്ട് വന്നിട്ട് ദൈവം എന്നെ അവിടെ ഒരു പാസ്റ്ററാക്കി ഇവരുടെ ഇടയിൽ അങ്ങ് ആക്കി. ഹല്ലേലൂയ. അഭിഷേകത്തോടെ നിർത്തി എന്നോട് പറഞ്ഞു, ഞങ്ങളെ വന്നൊന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് നമ്മുടെ ഗൾഫ് റൗണ്ടപ്പിൽ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ അന്നത്തെ റിപ്പോർട്ടർ സതീഷും ക്യാമറാമാൻ ജോബി വാഴപ്പള്ളി എന്ന് പറയുന്ന ആ സഹോദരനും കൂടെ രാത്രി 2 മണിക്ക് വന്നപ്പോൾ ഇവരെ ആളിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, അവർ ഈ പാർക്കിലാണ് കിടക്കുന്നതെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല അതിനെ കഴിച്ച്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ടാർപ്പ നിരന്ന് കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഈ ടാർപ്പയുടെ അടിയിൽ 50 പേർ അടുക്കി കിടന്നിട്ട് പൊടിക്കാറ്റടിച്ച് മണ്ണ് അവരുടെ മണ്ടയ്ക്ക് വീഴാതിരിക്കുവാൻ 2 പേര് സൈഡിൽ നിന്ന് ഈ ടാർപ്പ വലിച്ച് അതിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ടാർപ്പ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ക്യാമറാമാൻ ഇതങ്ങോട്ട് നല്ലതുപോലെ സൂം ചെയ്ത് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം ലോകത്തെ കാണിച്ചു. അടുത്ത ദിവസം മുതൽ ലോകം മുഴുവൻ അറിഞ്ഞു ഇങ്ങനെ കുറെ ഇന്ത്യക്കാര് പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു. എന്തിനേറെ പറയുന്നു, ഏകദേശം 3500ഓളം പേർക്ക് 1.5 വർഷക്കാലം ആഹാരവും താമസ സൗകര്യവും കൊടുത്ത് അവരുടെ ട്രാവൽ ഡോക്യുമെന്റുകളൊക്കെ ശരിയാക്കി അവരെ നാട്ടിൽ കയറ്റി വിടാനും അവരെ എല്ലാം രക്ഷാനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവം സഹായിച്ചു. 3000-ലധികം പേർ അവിടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവിടെയുള്ള നമ്മുടെ ചർച്ചുകളിലൊക്കെ അനേകർ ആ ചർച്ചുകളിലൊക്കെ കടന്നു വരികയും അനേകർ അവിടെ തന്നെ സ്നാനപ്പെടുകയും ചെയ്തു. അങ്ങനെ 5 പേരെ അവിടെ വെച്ച് സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യം കൃപയാൽ എനിക്കും ദൈവം തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ചെയ്തു. 3000-ലധികം ആൾക്കാർ കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിക്കാൻ ഇടയാകി. അതുകൊണ്ടാ വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കിടക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക. ഇതാകുന്നു ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സുവിശേഷം പറയുവാനും സുവിശേഷത്തിന് വേണ്ടി നമ്മളൽപ്പം കഷ്ടം സഹിക്കുവാനും നമ്മൾ ഒരിക്കലും ലജ്ജിക്കരുത്. ഹല്ലേലൂയ. പ്രതിഫല ഇച്ഛയോടുകൂടെ സുവിശേഷ വേല ചെയ്യരുത്. ഹല്ലേലൂയ. സുവിശേഷം ചെയ്യുന്നവർക്ക് ഹല്ലേലൂയ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ മടിയിലുമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും നാം ലജ്ജിച്ചു പോകുവാൻ ഇടയാകില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി എരിവുള്ളവരായിരിക്കണം. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ ഞാൻ നിങ്ങൾക്ക് അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും നൽകി തരാമെന്ന് അരുളി ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിക്ക്, കർത്താവേ, ആത്മാക്കളെ ഞങ്ങൾക്ക് നൽകി തരണം. നിന്റെ നാമം മഹത്വപ്പെടണം. സകല മുഴങ്കാലും നിന്റെ സന്നിധിയിൽ മടങ്ങി നീ മാത്രമാണ് ഏക സത്യദൈവം, പരിശുദ്ധനായ സത്യദൈവം അങ്ങ് മാത്രമാണെന്ന് സകല ജനങ്ങളും അറിയണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക്, ദൈവം ആത്മാക്കളെ തരും. ഹല്ലേലൂയ. സഭ നടത്തുവാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഭ നടത്തുക. ഒരാൾ സഭ നടത്തുന്നത് കണ്ട് അവിടെ നിന്ന് വാരിക്കൂരിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ സഭ നടത്താനായിട്ട് തീരുമാനിക്കല്ലേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടൊരു വേല ചെയ്താൽ അതിന് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം കൂടെയിരിക്കും. ദൈവം പറഞ്ഞിട്ട് തുടങ്ങുന്ന പ്രവൃത്തി അത് ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരേ ഒരു കാര്യമേ എനിക്ക് പറയുവാനുള്ളൂ, സുവിശേഷം പറയുന്നവരായിരിക്കണം. ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്ക്. എൻ്റെ മുൻപിൽ വരുന്ന ഏതൊരു വ്യക്തിയോടും ഞാൻ സുവിശേഷം അറിയിക്കും. ഞാൻ ആത്മാക്കളെ നേടുവാൻ ഞാൻ ഉത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെടും. ഞാൻ സുവിശേഷത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, തലമുറകളെ കർത്താവേ അവിടുന്ന് നോക്കിക്കൊള്ളണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ഈ സമയം ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ പ്രസക്തമാണ്. ഹല്ലേലൂയ. ജാതീയ വ്യർത്ഥമായ പാരമ്പര്യത്തിൽ യാക്കോബ, മർത്തോമ, ഓർത്തഡോക്സ്, കത്തോലിക്ക, CSI ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിൽക്കുന്ന എൻ്റെ പ്രിയ ക്രൈസ്തവ സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകത്തില്ല. അതാര് പഠിപ്പിച്ചാലും, ഹല്ലേലൂയ, ആര് തെറ്റായിട്ട് പഠിപ്പിച്ചാലും, ഹല്ലേലൂയ, നമുക്ക് പഠിക്കുവാൻ നമ്മളുടെ കൈവശം ഒരു പ്രമാണം തന്നിട്ടുണ്ട്, ഒരു വേദപുസ്തകം തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, ആ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ
നിത്യതയിൽ പോകാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാർ പറഞ്ഞ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അത് പള്ളിയിലച്ചൻ പഠിപ്പിച്ചാലും പാസ്റ്റർ പഠിപ്പിച്ചാലും പുരോഹിതം പഠിപ്പിച്ചാലും ബിഷപ്പ് പഠിപ്പിച്ചാലും പോപ്പ് പഠിപ്പിച്ചാലും അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് അവര് ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന് ആചരിക്കണമെങ്കിൽ ഈ തിരുവചനം വായിക്കണം. നമ്മൾ ഓരോരുത്തരും തിരുവചനം വായിക്കണം. ഇതിന് പ്രകാരമാണോ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ശോധന ചെയ്യണം. നിങ്ങൾ ഏത് സമുദായത്തിലായിക്കോട്ടെ, ഒരു സമുദായവും ഒരു സംഘടനയും ഒരു പാരമ്പര്യവും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാ. മറ്റൊരുത്തനിലും രക്ഷയില്ല, ഒരവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമം അല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് ഹല്ലേലൂയ ആകാശവും ഭൂമിയും സമുദ്രങ്ങളും സൃഷ്ടിച്ച യഹോവയായ കർത്താവ് തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്ന വചനമാണിത്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ കൊണ്ട് തന്നെ ആണയിട്ട വചനങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സമുദായത്തിലോ ഏത് സംഘടനയിലോ ഏത് പാരമ്പര്യത്തിലോ ആയിക്കോട്ടെ, രക്ഷിക്കപ്പെടുവാൻ നിത്യത പ്രാപിക്കാൻ ഒരേ ഒരു വഴി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ പോകാം. ആർക്കും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും ഒന്ന് നിങ്ങളെയും എന്റെ അടുക്കൽ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവ് വരുമ്പോൾ, കർത്താവ് എപ്പോൾ വരും, ഏത് നാഴിക വരും, ഏത് സമയത്തിൽ വരുമെന്ന് നമുക്ക് നിശ്ചയമില്ല. കർത്താവിന്റെ വരവ് ഹല്ലേലൂയ ദീർഘിപ്പിക്കുന്നത് ആരെങ്കിലും ഒരാൾ കൂടെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് നിത്യജീവനെ പ്രാപിക്കണമെന്ന് ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഇതുവരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളും ആയിക്കോട്ടെ, ഹല്ലേലൂയ ഏത് പാരമ്പര്യത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ, എത്ര വയസ്സുള്ളവരും പ്രായം കുറഞ്ഞവരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. യേശുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവും എന്റെ ദൈവവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഈ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ആ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം, അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുത്ത് കർത്താവിന്റെ കൽപ്പനയായി കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ്, മുഴു സ്നാനമേറ്റ്, വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് ഹല്ലേലൂയ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് നിത്യതയിൽ പോകാം. ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രമാണം ബൈബിൾ അനുശാസിക്കുന്നില്ല. ഒരു പുരോഹിതന്മാർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു പ്രവാചകന്മാർക്കും നമ്മളെ സ്വർഗത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സഭയ്ക്കും ഒരു സംഘടനയ്ക്കും ഒരു പാസ്റ്റർമാർക്കും ഒരു സെൻട്രൽ പാസ്റ്റർമാർക്കും ഒരു പള്ളിയിലച്ചന്മാർക്കും ഒരു ബിഷപ്പുമാർക്കും ഹല്ലേലൂയ യാതൊരു വ്യക്തികൾക്കും ഒരു മധ്യസ്ഥന്മാർക്കും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രമെന്ന് ഇന്ന് അറിയുക, വിശ്വസിക്കുക. ആ ദൈവത്തെ സ്വന്തം രക്ഷിതാവും കർത്താവും സ്വീകരിച്ച് ദൈവകൽപ്പനയ്ക്ക് ഹല്ലേലൂയ തല ചായ്ച്ചുകൊണ്ട് സമർപ്പിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ദൈവം ഒരു നാളും നിങ്ങളെ അനാഥരായി വിടുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, അനാഥയായി വിടുകയില്ല, കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തവൻ
വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നുണ്ട്. ഇന്ന് സന്ധ്യാസമയം ഹല്ലേലൂയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ യേശുവിന്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നിങ്ങൾ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ ഹല്ലേലൂയ അടിപ്പിണരാനുള്ള സൗഖ്യത്തിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് സൗഖ്യം വരട്ടെ. ഹൃദയം നുറുകിയവർക്ക് യഹോവ സമീപസ്ഥനും മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമായി നമ്മുടെ മധ്യേ ഇപ്പോൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഏത് പ്രയാസങ്ങളിലും ഏത് പ്രശ്നങ്ങളിലും പരിഹാരം നൽകി തരുവാൻ കഴിവുള്ളവൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. സാക്ഷ്യത്തിന് സമയം തന്ന അരോമ ടിവിയുടെ പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഇതിന് ശേഷം കാണുന്നവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ കർത്താവിന്റെ നല്ല സാക്ഷികളായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്നേഹവന്ദനങ്ങളോടെ കർത്താവിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൻ്റെ ഏടുകളിലൂടെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെ ഐശ്വര്യമായി കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് സ്വാഭാവികമായ നിലയിലുണ്ടായ ഒരു സംഭവമല്ല, ഒരു കെട്ടുകഥയല്ല, ആരുടെയും പരപ്രേരണയാൽ വന്ന ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവമല്ല. പകരം സ്വന്തം ജീവിതത്തിൻ്റെ യാത്രയിലുടനീളം നേരിട്ട് അനുഭവിച്ച നഗ്ന സത്യങ്ങളാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ വിളിച്ചു പറഞ്ഞത്. ആർക്കും ഖണ്ഡിക്കുവാൻ കഴിയാത്ത, ആർക്കും അതിൽ നിന്ന് യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാത്ത വിധം അനുഭവിച്ചറിഞ്ഞ, ഒന്നുകൂടി പറഞ്ഞാൽ രുചിച്ചറിഞ്ഞ, തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ആണ് പറയുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു വിധത്തിലും കുറ്റവും ഒരു വിധത്തിലുള്ളതായ ആരോപണങ്ങളും നടത്തുവാൻ കഴിയാത്തവണ്ണം വളരെ പ്രസക്തമായ ഒരു സാക്ഷ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം ഇടയായിത്തീരും. അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലിന് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ കടന്നുപോയതായ ആ നഗ്ന യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആ അനുഭവത്തിലൂടെ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഒരാൾ തന്നെ ഉണ്ടാകുമായിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. കാരണം കർത്താവിനെ അറിയുന്നതിന് മുന്നമേ അനേക പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി വെച്ച് അവരോട് വൈരാഗ്യം തീർത്ത് അവരെ നശിപ്പിക്കുകയും അതേ തുടർന്ന് ജീവിതം സ്വയം നശിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയ ഒരു വ്യക്തി. എന്നാൽ ശൗലിനെ പൗലോസാക്കിയതുപോലെ കർത്താവ് സന്ദർശിച്ചു. ശൗലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തൻ്റെ മുൻപിൽ വെളിപ്പെട്ട പ്രത്യക്ഷനായ തേജോമയനായ ദൈവത്തിൻ്റെ ആ പ്രകാശം തൻ്റെ കണ്ണിനെ, തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോകുവാനിടയായി തീർന്നു. അതെ, ജീവിതത്തിൽ ചില വൈതരണികളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരം തീഗോളമായിട്ട് ശിരസ് മുതൽ പാദം വരെ ഇറങ്ങി വ്യാപരിച്ച് ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോയി സ്വതന്ത്രനായി കഴിഞ്ഞപ്പോൾ കാഴ്ച പ്രാപിച്ചു. ആത്മീയ കണ്ണുകൾ തുറന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞു. സത്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി. ജീവിതം എന്താണെന്നും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും ബോധ്യം വന്നു. അങ്ങനെ ആ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായപ്പോൾ കർത്താവ് ആദരിച്ചു, ഉപയോഗിച്ചു.
ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് ഗൾഫ് രാജ്യത്തിൽ സാമ്പത്തിക മാന്ദ്യം നേരിട്ടത് മുഖാന്തരം കമ്പനികളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനേക ആയിരക്കണക്കിന്, ഏതാണ്ട് 3000 പേര് അവര് ദിനരാത്രങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ പട്ടിണി കിടന്നതായ ആ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ കർത്താവിൻ്റെ ദാസനെ ദൈവത്തോട് അയച്ചു. അവർക്ക് ആഹാരം കൊടുക്കുവാനും അവരോട് സുവിശേഷം പറയുവാനും അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാനും ഒക്കെ ദൈവം മുഖാന്തരമാക്കി തീർത്ത സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചില താഴ്ചകളും തകർച്ചകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്താണ് ഇതിൻ്റെ പിന്നിലെ ദൈവീയ ഉദ്ദേശമെന്ന്. പക്ഷെ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഈ കഷ്ടതയൊക്കെ എൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് വിവിധ ഇടങ്ങളിലും വഴിയോരങ്ങളിൽ കിടക്കുന്ന അനേക സാധുക്കളായ പ്രിയപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുവാനും അവർക്ക് ആശ്വാസം കൊടുക്കുവാനും അവരോട് സുവിശേഷം പറയുവാനും കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുവാനും കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ശക്തമായി ഒരു നല്ല ശമരിയാക്കാരനെ പോലെ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അനേകരുടെ വിശപ്പ് മാറ്റുവാൻ, അനേകർക്ക് ആശ്വാസം പകരുവാൻ ദൈവദാസനെ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി സാക്ഷ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാക്ഷ്യമാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഉദയകുമാർ എങ്ങനെയാണ് യേശു കർത്താവിനെ കണ്ടുമുട്ടിയത് എന്ന് നാം കേട്ടു കഴിഞ്ഞു. സ്തോത്രം. സുവിശേഷത്തോടും കർത്താവായ യേശു ക്രിസ്തുവിനോടും ക്രിസ്ത്യാനികളോടും ഏറെ വെറുപ്പും ഏറെ വിദ്വേഷവും വച്ചു പുലർത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ വെറുപ്പൊക്കെ വിദ്വേഷം മാറ്റി, കയ്പ് മാറ്റി, പകരം ക്രൂശിലെ സ്നേഹത്താൽ നിറച്ച് ആ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആണിപ്പുള്ള കരങ്ങളാൽ തൊട്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും യേശു ക്രിസ്തുവിൻ്റെ ചെവി കൊണ്ട് കേൾക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ കരം കൊണ്ട് ആശ്വസിപ്പിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാവായും കാലായും ശരീരത്തിൻ്റെ ഓരോ ചിന്തകളും ഹൃദയത്തിൻ്റെ ഓരോ ഭാവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി കർത്താവിന് വേണ്ടി സത്യസാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനെ ദൈവം എന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. നാം ഓരോരുത്തരും എന്തായിരിക്കണമെന്നുള്ളത് ദൈവമായി കർത്താവ് നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. പ്രിയരെ, നമ്മുടെ ആയുസ്സും അവസരങ്ങളും കർത്താവിനെ സാക്ഷീകരിപ്പാൻ, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയായി തീരുമാറാകട്ടെ. സമ്പത്തുള്ളവൻ വീണ്ടും 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 സമ്പത്തുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. മറ്റ് പല വിധത്തിലുള്ളതായ ഭൂമിയിലെ നശ്വരമായ സന്തോഷത്തിൻ്റെ പുറകാലെ അനേക പ്രിയപ്പെട്ടവരെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവരെന്ന പേര് കൊണ്ടവർ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരോടി ഒളിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവരെ, അനേക ഉദയകുമാറുമാരെ കർത്താവിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ക്രിസ്തീയ പാരമ്പര്യവും പേറി ക്രൈസ്തവ മൂല്യങ്ങളുടെ യാതൊരു വിധമായ പ്രസക്തിയും വെളിപ്പെടുത്തുവാൻ കഴിയാതെ ജീവിതം കഴിഞ്ഞു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടു. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവെ, ഒന്ന് സ്വയം ശോധനയ്ക്കായി, വിചിന്തനത്തിനായി, നമ്മെ ഒന്ന് പരിശോധിക്കുവാനായി ഈ നിമിഷങ്ങൾ ഇടയായി തീരുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞോ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി? സ്തോത്രം. ക്രിസ്തീയ പാരമ്പര്യം പറയുന്നു, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനാണ് എന്നൊക്കെ വലിയ പുകഴ്ച പറയുമ്പോൾ ഒരു ഉദയകുമാർ നമ്മൾ കേട്ടു കഴിഞ്ഞു എങ്ങനെ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ഇന്ന് അനേക ഉദയകുമാർമാരെ ദൈവം വിളിച്ചു വേർതിരിച്ചു കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്?
സ്തോത്രം. നിങ്ങൾ ആർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കും. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് തന്ന ആയുസ്സും അവസരവും അങ്ങയ്ക്കായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെങ്കിൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാനോ സ്നാനപ്പെടുവാനോ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ അറിയുവാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കാൻ കഴിയാതെ പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാവും. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. യേശുവിന് മുൻപാകെ നെടുമ്പാട് വീഴൂ. സ്തോത്രം. ഒരു സക്കായി ഇറങ്ങി വന്നതുപോലെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്കൊന്ന് ഇറങ്ങി വരാം. നമ്മുടെ ഭവനത്തിൽ വലിയ വിടുതൽ നടക്കട്ടെ, ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വിഷയങ്ങളുടെ മേൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഒരിക്കൽ കൂടെ പ്രസ്താവിപ്പാൻ എൻ്റെ ദൈവമേ, അവിടുന്ന് അടിയനെ വിളിക്ക ഒത്തവണ്ണം കർത്താവേ ഹല്ലേലൂയ ജീവിപ്പാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. അടിയന്റെ സാക്ഷ്യം കർത്താവേ, അവിടുന്ന് അടിയനെ വിളിച്ചു വേർതിരിച്ചു അങ്ങയുടെ വേലയ്ക്കാക്കി ഹല്ലേലൂയ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കർത്താവേ ഇരുന്ന് ഈ സാക്ഷ്യം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ദൈവത്തിന് പ്രയോജനമുള്ള നല്ല സാക്ഷികളായി അടിയനെക്കാട്ടിലധികമായി കർത്താവേ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് ആത്മാവിനാലും ശക്തിയാലും നിറച്ച് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതൊക്കെയും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവൻ അതിലും വലിയവ ചെയ്യുമെന്ന് അരുളി ചെയ്ത വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവേ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഹൃദയങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിപ്പാൻ പൂർണ്ണമായ ഒരു രൂപാന്തരവും മാനസാന്തരവും ഹൃദയങ്ങളിലേക്ക് വരുത്തിയവരെ കർത്താവേ അവിടുന്ന് അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാൻ കൃപ ചെയ്യണമേ. അവിടുത്തെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമേ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന വചനപ്രകാരം ദൈവത്തിന്റെ സകല ആത്മീക അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും കൊണ്ട് എന്നെ സ്നേഹിച്ചെന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തിന്റെ വാഗ്ദത്തം പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, അരോമ ടിവിയുടെ നടത്തിപ്പുകാരനായ കർത്താവേ അവിടുന്ന് തിരഞ്ഞെടുത്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണിനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത കർത്താവേ അനുഗ്രഹിച്ചു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. വേണ്ടത് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ഭൂമിയിലെ സകല ഭൗതിക നന്മകളും കൊണ്ട് നിറച്ചു മാനിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതങ്ങളുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളെ കാണുന്നവർ ഇപ്പോൾ തന്നെ അവിടുത്തെ സൗഖ്യം നൽകി, അവിടുത്തെ സമാധാനം നൽകി, ആശ്വാസം നൽകി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരാൽ അസാധ്യമായതൊക്കെയും ദൈവത്തിന് സാധ്യമെന്ന് സാക്ഷീകരിപ്പാൻ പ്രിയപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ ദാസിദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഭൂമിയിലെ സകല ഭൗതിക നന്മകളും കൊണ്ട് നിറച്ചു മാനിക്കുന്ന ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിനായി വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ വീണ്ടും കർത്താവിന്റെ നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണമേ അപ്പ. അനേക സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്താട്ടെ. അനുഗ്രഹിച്ച് മാനിച്ചതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുന്ന് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്തു.
ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ കർത്താവേ ഹല്ലേലൂയ, സകല കൽപ്പനകളിലും ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ കർത്താവ് കുടുംബങ്ങൾക്ക് കൃപ ചെയ്യണമേ. മാനിച്ചനുഗ്രഹിച്ചാട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി, അനുഗ്രഹിച്ചതിനായി, അവിടുന്ന് ഇടപെട്ടിരിക്കുന്നതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ച എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ ദാസൻ ഉദയകുമാർ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സത്തെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്നതായ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനായും ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.